ഞാൻ പെന്തിക്കോസിലായതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. 13 വയസ്സ് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട്, 14 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ട്, 15 വയസ്സ് ബൈബിൾ സ്കൂളിൽ പോയി, 16 വയസ്സ് 17 വയസ്സ് കഴിഞ്ഞപ്പോൾ സഭാചാർജ് കയറി. ഇപ്പോൾ കുറച്ച് വർഷമായി. എനിക്കിപ്പോഴും സങ്കടമാണ്, നേരത്തെ രക്ഷിക്കപ്പെടാൻ ഒത്തില്ലല്ലോ എന്ന്. നല്ല പെന്തിക്കോസാണോ അതുമല്ല, എന്നാൽ സമുദായമാണോ? ഒന്നുകൂടെ പറഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല, എന്നാൽ വൃത്തിയായിട്ടൊരു പാപം ചെയ്യാൻ ഒക്കുന്നുണ്ടോ അതുമില്ല. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മളിറങ്ങിയിട്ട് 5, 4, 8, 10, 20, 30, 40 കൊല്ലമായി. പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? സത്യം പറ, എന്നോട് സത്യം പറയാം. ഞാനും സത്യം പറയാം. 2, 4, 5, 8, 10 ചിലപ്പോൾ ജനിച്ചതേ ഇതിനകത്താ. നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഉണ്ടെന്നില്ല. അതെ, നന്നായിട്ടൊരു പാപം ചെയ്യാനൊത്തോ? ഒത്തോ? അത് ഒത്തില്ല. ചൊവ്വനൊന്ന് ജീവിക്കാനും ഇത് വരത്തില്ല, വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനും. നമ്മളെ കിടന്ന് ഞരങ്ങില്ലേ? പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങണമെന്ന്. അത് വേറെ വിഷയമാ. നമ്മൾ ഇത് രണ്ടിനാലും ഞരങ്ങുക. ചൊവ്വനൊന്ന് ജീവിക്കാനും ഒത്തില്ല, വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനും ഒത്തില്ല. ഒരു സിനിമ തന്നെ കണ്ടാൽ നമ്മളിങ്ങനല്ലേ കാണുന്നത്? വാതിൽ മൊത്തം അടച്ച്, ജനല് മൊത്തം അടച്ച്, വെന്റിലേഷൻ തെർമോക്കോളും വെച്ച് ഒട്ടിച്ച് ചോടിയോ കുറച്ച് ഭാരപ്പെടുകല്ലേ? നീ ഇങ്ങനെ ശ്വാസം മുട്ടി കാണുന്നു? അന്തസ്സായിട്ട് തിയേറ്ററിൽ പോയി ബാൽക്കണിക്ക് ടിക്കറ്റ് എടുത്ത് കാലും വെച്ചെടുത്ത് കാണാൻ അന്തസ്സുണ്ടല്ലോ. ഒരു സിഗരറ്റ് തന്നെ വലിച്ചാൽ വല്ലവരും വലിച്ചെന്റെ ബാക്കി കുറ്റിയാണോ വലിക്കുന്നത്? പിട്ടി അന്തസ്സായിട്ട് 5-6 പാക്കറ്റ് മേടിച്ച് പോക്കറ്റ് ഇട്ട് കുമ്മുക്കുമാന്ന് വലിച്ച് മൂക്കിവിടെ വായിക്കൂടെ പോകപ്പെടണം. അത് അന്തസ്സുണ്ട്. നിങ്ങളുടെ കാശ് കൊടുത്ത് സിഗരറ്റ് വലിച്ചാൽ ഞാൻ എന്നാ വന്ന് കുത്തിക്കെടുത്തു പോകും. കുടിക്കാൻ പോയാലും പുറകിലത്തെ വാതിൽ കൂടെ പമ്മി തലേ തുണിയിട്ട് പോയി പമ്മിയിരുന്ന് കുടിച്ചാൽ അന്തസ്സായിട്ട് 5-6 ഉപ്പ് മേടിച്ച് മിറ്റത്ത് ഡെസ്ക് മറ്റു വിട്ട് തൊടാനും എടുത്ത് വെച്ച് ഊറ്റി കുടിക്കുക. അതിന് അന്തസ്സുണ്ടല്ലോ. ജീവിക്കുകയാണ്, നന്നായിട്ട് ജീവിക്കണം. സ്തോത്രം. 29-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ വാക്യം ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വേദാംശമാണ്. പല ദൈവമക്കളും പ്രാർത്ഥനയിൽ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. വിശേഷിച്ച് നമ്മുടെ യോഗങ്ങളിലൊക്കെ, വിശേഷിച്ച് കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യങ്ങളെ ഉച്ചരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് രാത്രി ഇതിൻ്റെ ശബ്ദം കേൾപ്പിക്കണമേ. മരത്തിൻ്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്നൊക്കെ പലരും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, കഥ അറിയാതാ പ്രാർത്ഥിക്കുന്നത്. ഈ കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്നൊക്കെ ചിലർ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഈ വാക്യത്തെ പറ്റി ഇങ്ങനെ ആഴമായിട്ടൊന്ന് പഠിച്ചു. എന്തുകൊണ്ടായി കാദേശം നടുങ്ങിയത്, അല്ലെങ്കിൽ കാദേശം നടുങ്ങാനുള്ള കാര്യം എന്താ? ആ വിഷയം ഇങ്ങനെ വേദത്തിൽ കൂടി അയവറൊക്കെ ചിന്തിച്ചപ്പോൾ കാദേശം നടുങ്ങാനായിട്ട് ധാരാളം കാരണമുണ്ട്. ആ കാരണമെല്ലാം അറിഞ്ഞാൽ പിന്നെ ആ വാക്യം പറഞ്ഞ് ആരും പ്രാർത്ഥിക്കുകയല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം കാദേശ് മരുഭൂമി നടുങ്ങാനുള്ള കാരണം എന്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചതുപോലെ സങ്കീർത്തനത്തിന് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമാണ്. നമ്മുടെ ഒട്ടുമിക്ക യോഗങ്ങളിലും സങ്കീർത്തന പാരായണം, സങ്കീർത്തന ശുശ്രൂഷ വളരെ അത്യന്താപേക്ഷിതമാണ്. അത് വിശ്വാസികൾക്കെല്ലാം വളരെ അനുഗ്രഹമാണ്, ആശ്വാസമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം 150 സങ്കീർത്തനം ഉണ്ടെന്ന്. പണ്ട് പെന്തിക്കോസുകാരുടെ ഒരു യോഗം നടക്കുക, വലിയ കൊട്ടും പാട്ടും ബഹളവും ഒക്കെയാണ്, ഭയങ്കര മേളം നടക്കുക. അപ്പം ഈ ബഹളം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഈ വഴി കൂടെ, റോഡ് സൈഡിലാണ്, വഴി കൂടെ തലയ്ക്ക് സ്ഥിരമില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകും. ഈ കൊട്ടുമ്പകളും തുള്ളലും കേട്ട് പുള്ളി പെട്ടെന്ന് റോളിൽ കയറും, ഏറ്റവും പുറകെ വന്ന് നിൽക്കുക. അപ്പോൾ യോഗം അങ്ങോട്ട് മൂത്ത ഉപദേശി ഉണർവ് പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. പ്രസംഗിച്ച കൂട്ടത്തിൽ മറന്നുപോയത് കൊണ്ടാണോ, അറിവില്ലാഞ്ഞിട്ടാണോ, ഓർമ്മക്കേടാണോ, ഇനി വെപ്രാണം കൊണ്ട് പറഞ്ഞതാണോ, ഉപദേശി സങ്കീർത്തനം പ്രബോധിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു 168 സങ്കീർത്തനം 2-ാം വാക്യം വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ കയറി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ബൈബിൾ വയ്യ തുറക്കുക. അപ്പോൾ ഈ പുറകിലിരുന്ന ഈ തലയ്ക്ക് സ്ഥിരമില്ലാത്ത മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ചോദിച്ചോടോ 150 സങ്കീർത്തനമുള്ളത്, ആനെ 168 എവിടെ നിന്നാണ്? അപ്പം തലയ്ക്ക് സ്ഥിരമില്ലാത്ത പുള്ളിക്ക് വരെ അറിയാം സങ്കീർത്തനം 150 ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം 180 സങ്കീർത്തനങ്ങളേ ഉള്ളൂ. ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ പ്രചോദനമുളവാക്കുന്ന, സന്തോഷമുളവാക്കുന്ന വാക്യങ്ങളാണ്. നാം ഇന്ന് രാത്രി വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാം ഭാഗം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമി നടുങ്ങാനുള്ള കാര്യം എന്താണ്?
ഈ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധമെന്ന്. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ വിശുദ്ധം, അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധമെന്ന് എണ്ണിയ സ്ഥലം, അതാണ് കാദേശ്. ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ട്, പഴയ പേര്. അതിന്റെ പേര് ഏൽ മിഷ്പാത്ത് എന്ന. വായിച്ച ഉൽപ്പത്തി 14:6. കാദേശിന്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി 14:6. യെമിനെയും സെയീർ മലയിലെ ഹോരിനെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. ഏൽ എഴുതിയിട്ടൊരു ചെറിയ വരയുണ്ട്, എന്താ വെച്ചാൽ മിഷ്പാത്ത്, അങ്ങനല്ലേ? യെമിനെയും സെയീർ മലയിലെ ഹോരിനെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ന്യായവിധിയുടെ സ്ഥലമെന്നാണ്. ന്യായം വിധിച്ച സ്ഥലം. കാരണം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരെ യുദ്ധം ചെയ്തു. അമറാഫയിൽ അരിയൊക്കെ ഗദല്ലായ തീതാൽ ആദിയായ ബാബിലോണിയായുള്ള 4 പേര്, ബേരാബ് ഷിനാവ് സോവർ ആദിയായ സോദോമയായുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ചാൾസ് ഞാൻ ഇവിടെ വന്ന് വായിച്ചു തരുന്നതായിരുന്നു നല്ലത്. നാളെ വരണം കേട്ടോ. നിങ്ങൾ രണ്ടും വായിച്ചെന്ന ഒരു ഉത്സാഹമുണ്ട്, അതുകൊണ്ട് അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 4 യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമറാഫയിൽ അരിയോക്ക് ഗദല്ലായ തീതാൽ ആദിയായ ബാബിലോണിയായുള്ള 4 പേര്, ബേരാം ഷിനാവ് സോവർ ആദിയായ സോദോമയായുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ 4 പേര് പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. നല്ല കുഴിയല്ല, ഓയിൽ കുഴിക്കിൽ കുഴി ഇരിക്കുന്നില്ല. എല്ലാവരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു. സോദോമിനെ കൊള്ള കിട്ടുന്നതിന്റെ സഹോദരപുത്രൻ ലോത്തമിന്റെ ഭാര്യ 2 പെൺകുട്ടികൾ സർവ്വസമ്മതി തട്ടിക്കൊണ്ടുപോയി. ഈ വർത്തമാനം കേട്ട അബ്രഹാം പെട്ടെന്ന് ചാടി കിടന്ന അബ്രഹാം മമ്രകിട്ട് തോപ്പില്ല. മമ്ര തന്റെ സഹോദരന്മാരാണ് ആനേർ, യശ്കോൽ. മമ്ര, ആനേർ, യശ്കോൽ തന്റെ വീട്ടിൽ ചെന്നിച്ചു കൊണ്ടുവന്നപ്പെട്ട 318 അഭ്യാസം. അങ്ങനെ 318 3 321 അബ്രഹാമിനെ കൂട്ടി 322 പേര്. വേറെ പുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കണക്കാണ്. ഈ 322 പേര് അന്ന് രാത്രി സോദോമിനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അമ്പയെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ മുഴുവൻ നിഗ്രഹിച്ചു. അപ്പൊ ഇവരെ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ന്യായവിധിയുടെ സ്ഥലമെന്ന്. ന്യായവിധി നടന്ന സ്ഥലമാണ്, ന്യായം വിധിക്കേണ്ട സ്ഥലമാണ്. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി നമ്മോടുള്ള ബന്ധത്തെ പറയാം. ഈ ന്യായം നടക്കേണ്ട സ്ഥലം, ന്യായവിധി നടക്കേണ്ട ഈ സ്ഥലത്തെ ദൈവം തമ്പുരാൻ പിന്നത്തേതിൽ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വിശുദ്ധമുള്ള സ്ഥലമാക്കി. ഇന്ന് രാത്രി എന്നോട് നിങ്ങളോടുമുള്ള ബന്ധത്തിൽ ഒരു കാലത്ത് നാമെല്ലാം ന്യായവിധിക്ക് അർഹരായി പോയവരാ. പാപത്തിന്റെ ദാസന്മാരായി, പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ പുത്രനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി തന്നു. പുത്രന്റെ കാൽവരി മരണത്താൽ അതിക്രമങ്ങളുടെ പാപമോചന വീണ്ടെടുപ്പ് ദൈവം നൽകി. അവ ന്യായവിധിക്ക് അർഹരായി പോയ നമ്മുടെ എല്ലാ ന്യായവിധി ദൈവം മാറ്റി തന്നു. സ്തോത്രം. ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ ദത്തെടുത്തു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട, തള്ളപ്പെട്ട, ഒറ്റപ്പെട്ട കിടന്ന എന്നെയും നിങ്ങളെയും കാൽവരിയിലുള്ള സ്നേഹത്തിൽ കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുവാനിടയായി. ഓർത്ത് സ്തോത്രം പറഞ്ഞു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്ത് വെച്ചോണ്ടിരിക്കുക, ദൈവം ഇപ്പൊ പോകാനൊക്കത്തില്ല. അങ്ങനൊന്നും ഇരിക്കരുത്. നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ഇതിലൊന്നും നമ്മൾ യോഗ്യരല്ല, അർഹരല്ല. കർത്താവിന്റെ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കൃത്യം ഒരു ഡേറ്റ് പറയാനൊക്കത്തില്ല. ഒത്തിരി വർഷങ്ങൾക്ക്, കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. കൃത്യം പറയാനൊക്കത്തില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് ഓടതി പറഞ്ഞല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. തിരികെ പ്രസാദപ്രകാരം ദൈവം നമ്മെ ദത്തെടുത്തു. ആ 1-4 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു, നിയമിച്ചു, നീതീകരിച്ചു, അച്ചാരം നൽകി, ആത്മാവ് നൽകി, മുദ്രകിട്ടു, അവകാശം നൽകി, അനുഗ്രഹം നൽകി. ഇതെല്ലാം ദൈവം ചെയ്തതാണ്. നമ്മളൊന്നും ചെയ്തില്ല. അതാ ഈ ഇരിപ്പിരിക്കുന്നത്. നമുക്ക് മുടക്കൊന്നും വന്നില്ലേ? മുതൽ മുടക്കിയവൻ കർത്താവാ. 5 കാശ് പോലും ആർക്കും മുടക്കം വന്നില്ല രക്ഷിക്കപ്പെടാൻ. ഹൃദയമൊന്ന് സമർപ്പിച്ചത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം ആകെ ഒരു പ്രകൃതി. സ്തോത്രം. ഇതെല്ലാം ദൈവം തമ്പുരാൻ ചെയ്തതാ. സ്തോത്രം. മുതൽ മുടക്കിയവൻ കർത്താവാ. അവൻ രക്തം ഊറ്റിയവൻ കർത്താവാ. നിന്നെ തെരഞ്ഞെടുത്തത് യേശുവാ. നിന്നെ രക്ഷിച്ചത് യേശുവാ. നിന്നെ വിടുവിച്ചത് യേശുവാ. നിന്റെ നിനക്ക് കൃപ നൽകിയത് യേശുവാ. ഈ കൃപയെ കൊണ്ടുവന്ന
നല്ലത് യേശുവാ. ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ട് ഇതൊക്കെ ഓർത്ത് സ്വോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന്റെ ഡേറ്റ് പറയാനൊക്കത്തില്ല. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ്. എപ്പോഴാണ് പറയാൻ? പണ്ട് ഈ സൈമൺ സാറ് സുഖമില്ലാതെ കിടക്കുക, സാറിന് ക്ഷീണമായി. ചരിത്രം സൈമൺ സാറിന്റെ സംസാരശേഷി ഉടമ നഷ്ടപ്പെട്ടു. മിണ്ടാൻ മേല, സാറ് മിണ്ടാൻ മേലാതെ ഇങ്ങനെ കിടക്കുക. വലിയ പണ്ഡിത ശിരോമണിയാണ്. മിണ്ടാൻ ഇങ്ങനെ കിടക്കുക. സാറെന്ന് പറഞ്ഞ ആൾ നീളക്കുറവാണ്. ക്രസ്വത്വം കൂട്ടഗാത്രം വലിയ തല വിശാലാപമാകിൽ ലലാടം അശോത്യത്വം സ്വക്ഷ പ്രകടനമടിമ അക്ഷര പ്രസ്ഫുടത്വ സ്വാർത്ഥ പ്രീതി തേജസ് പുരിത മുഖമൗട്ടിൽ ഉത്കൃഷ്ടമാനാണ് ഈ സൈമൺ കൊച്ചുമർത്യൻ സുമതി പൊട്ടിപ്പൊട്ടിപ്പോ പ്രസംഗ പ്രഭാവൻ എന്ന സരസകവി എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറയും എനിക്ക് ബന്ധനമുണ്ടെന്ന് പറയും. ബന്ധനമൊന്നുമല്ല. ഹ്രസ്വത്വം ഗുണ്ടഗാത്രം വലിയ തല വിശാലാപമാകം ലലാടം അശോത്യത്വം സ്വക്ഷ പ്രകടനമടിമ അക്ഷര പ്രസ്ഫുടത്വം. ഹ്രസ്വത്വം പൂണ്ടഗാത്രം, ആള് നീളക്കുറവാ, ഗാത്രം ശരീരം. ഹ്രസ്വത്വം പൂണ്ടഗാത്രം, വലിയ തല, സാറിന് തല വലുതാണ്. വലിയ തല വിശാലാപമാകം ലലാടം, ലലാടം എന്ന് പറഞ്ഞാൽ നെറ്റിത്തലം. ലലാടം അശോക്തിത്വം സ്വക്ഷ പ്രകടനമടിമ അക്ഷര പ്രസ്ഫുടത്വം. ഏതുമനെയും വശീകരിക്കുന്ന ആ വശീകരണ നയം തനിക്കുണ്ട്. വാക്കുകൾ കൊണ്ട് ഇമ്പമേറിയ നല്ല മാധുര്യമേറിയ വാക്കുകൾ പറഞ്ഞ ആൾക്കാരെ വശീകരിക്കും. അശോക്തിത്വം സ്വക്ഷ പ്രകടനമടിമ അക്ഷര പ്രസ്ഫുടത്വം. അസ്വാർത്ഥ പ്രീതി, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. തൂത്തിരി കിട്ടുമെന്ന് പറഞ്ഞല്ല സ്നേഹിക്കുന്നത്, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. അസ്വാർത്ഥ പ്രീതി തേജസ് പുരിത മുഖം ഔട്ടിൽ ഉത്കൃഷ്ടവാന, മുഖത്തെല്ലാം നല്ല പ്രസാദമുള്ളവന്. ഈ സൈമൺ കൊച്ചുമർത്യന് സുമതി പൊട്ടിപ്പൊട്ടിപ്പോ പ്രസംഗ പ്രഭാവനെന്ന്. ഞാനതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സാറ് ഈ നീളക്കുറവാന്നതിൽ ഇങ്ങനെ ശരീര ക്ഷീണിതനായിട്ട് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. സംസാരശേഷി നഷ്ടപ്പെട്ടു. മിണ്ടാൻ മേല, ആംഗ്യപാഠവും ഒക്കെ കാണിക്കാം, ശരീരമൊക്കെ ചലിപ്പിക്കുകയൊക്കെ ചെയ്യാം, സംസാരിക്കാൻ മേല. ഈ പെന്തിക്കോസുകാർ പറയുന്നത് സൈമൺ സാറ് മിണ്ടാറായി പോയത് അന്യഭാഷയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടെന്നാണ്. അന്യഭാഷയ്ക്കെതിരെ സാറ് പുസ്തകമൊക്കെ എഴുതി. കടോര കോട അക്രേ തക്രേ തക്രി, അതുപോലെ മറുഭാഷാ മർദ്ദനം, ഇതൊക്കെ സാർ എഴുതി. പെന്തിക്കോസുകാർ പറയുന്നത് ഈ അന്യഭാഷയ്ക്കെതിരെ സാറ് പറഞ്ഞതുകൊണ്ടാവും മിണ്ടാൻ മേലാറായി പോകുന്ന. ഞാനിതിനോട് യോജിക്കുന്നില്ല. കാരണം അന്യഭാഷ പറഞ്ഞ പല ആൾക്കാരും മിണ്ടാറായി ഇവിടുന്ന് പോയത്. ധാരാളം മറുഭാഷ പറഞ്ഞ ആൾക്കാർ പിച്ചും പേരും പറഞ്ഞു പോയവരുണ്ട്, അല്ലെ അശ്ലീലം പറഞ്ഞു പോയവരുണ്ട്. മിണ്ടാതെ ഇങ്ങനെയൊക്കെ കാണിച്ചു പോയ പുള്ളിക്കാരത് കൂടുതൽ പറഞ്ഞുകൊണ്ടായിരിക്കും. നമ്മളാരെയും വിധിക്കണ്ട, വിധിക്കുന്ന കർത്താവാണ്. ന്യായവിധിയെല്ലാം ദൈവം പുത്രന് കൊടുത്തിരിക്കുന്നതാണ്. നമ്മളാരെയും വിധിക്കണ്ട, അതൊക്കെ ന്യായം വിധിക്കുന്ന ആളിൽ ദൈവം തീർത്തോളും കാര്യങ്ങളൊക്കെ. എന്തായാലും സാർ ഇങ്ങനെ മിണ്ടാതെ കിടക്കുക. അപ്പൊ സൈമൺ സാറിനെ കാണാൻ വേറെ 3 സാറന്മാരിലും, എം എ ചെറിയ സാറ്, ടി കെ ശോഭന സാറ്, വൈഎസ് സാർ, എല്ലാം പണ്ഡിതന്മാരാണ്. സൈമൺ സാറിനെ കാണാൻ ചെന്ന് ഈ വേദപണ്ഡിതന്മാരെല്ലാം കൂടെ വട്ടം വരുന്ന ഇങ്ങനെ, ഇവര് വേദപണ്ഡിതന്മാരായതുകൊണ്ട് വേദവിഷയങ്ങളായി ഇങ്ങനെ വിചിന്തനം ചെയ്യുന്ന ഉറക്കുക. ഇങ്ങനെ സംസാരിച്ചിരുന്ന വേളയിൽ ഈ എലത്തൂര് ശൗവേല് സാറ് പറഞ്ഞു, സംസാര വേളയിൽ ഇങ്ങനെ പറയുക, സാറിങ്ങനെ കിടക്കുക, ഇവര് വട്ടം ഇരിക്കുക. എലത്തൂര് ശൗവേല് സാറ് പറഞ്ഞു, എന്നാലും എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ അമ്മയുടെ ഉദരത്ത് വെച്ച് ദൈവം നമ്മെ കണ്ടല്ലോ. എന്നെ സാർ അവിടെ കിടന്നോണ്ട് കാണിച്ചു. അതിന് മുന്നേ അത് മിണ്ടാൻ മേലാത്തതുകൊണ്ടാണ്. അപ്പം എം എ ചെറിയ സാറിന് പിടികിട്ടി ഷൗമേൽ പറഞ്ഞ തെറ്റാണ്. ഷൗമേലിനോട് എം എ ചെറിയ സാറ് പറഞ്ഞതാ, ബ്രദറെ ഷൗമേലേ തെറ്റുപറ്റി, അമ്മയുടെ ഉദരത്ത് വെച്ചത് നമ്മൾ പിണ്ണാകാരമായപ്പോഴേ ദൈവം നമ്മെ കണ്ടതാണ്. ഉടനെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിന് മുന്നെയാണ്. അപ്പോൾ എസെക്കിയേൽ സാർ കൊടുത്തുവിട്ട പണ്ഡിതനാണല്ലോ. എസെക്കിയേൽ സാർ പറഞ്ഞു, ബ്രദറെ ചെറിയാച്ച ഷൗമേലേ അമ്മയുടെ ഉദരത്ത് വെച്ച് പിണ്ണാകാരമായപ്പോഴുമല്ല, ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മളെ കണ്ടതാണ് പറഞ്ഞു. ഉടനെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിന് മുന്നെയാണ്. മിണ്ടാൻ മേലാത്തതുകൊണ്ടായി കാണിച്ചു കൊടുക്കും. അപ്പൊ എസെക്കിയേൽ സാറ് കുറച്ചുകൂടി ആഴമായി പഠിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറെ ചെറിയാച്ച എനിക്കും തെറ്റ് പറ്റിപ്പോയി. അമ്മയുടെ ഉദരത്ത് വെച്ചും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുമ്പുമല്ല, യുഗങ്ങൾ ആരംഭിച്ചപ്പോഴേ ദൈവം നമ്മെ കണ്ടതാണ്. യുഗാരംഭത്തിലേ കണ്ടതാണ്. പിന്നെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, വിട്ടുകൊടുക്കുന്നില്ല. പുള്ളിക്ക് മിണ്ടാൻ മേല, അല്ലെങ്കിൽ പുള്ളി ഏകദേശം രൂപരേഖ പറഞ്ഞു പണ്ഡിതനെ. അപ്പൊ അങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒടുവിൽ ഇവര് പ്രാർത്ഥിച്ച് പിരിഞ്ഞു. ഈ പിരിഞ്ഞു പോയ വേളയിൽ എം എ ചെറിയ സാറ് വലിയ ഗാനരചയിതാവാണ് ബ്രദറൻ സമൂഹത്തില്. എം എ ചെറിയാസിനെ പറ്റി കേരളക്കര അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ പദപ്രയോഗം മധുരയുടെ മധുരഗായകൻ എന്നാണ്.
കുറിയന്നൂരിൽ നിന്ന് മധുരയിൽ പോയി കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്ത മാന്യ കർത്തദാസന്. അപ്പൊ അദ്ദേഹത്തിന് കേരള ക്രൈസ്തവര് കൊടുത്തിരിക്കുന്ന മധുരപ്പെട്ട മധുരനായകൻ എന്ന്. അപ്പൊ ഈ പോയ വേളയിൽ എം.ഇ. ചെറിയാച്ചന്റെ ഉള്ളിൽ ഈ വിഷയം ഇങ്ങനെ കടന്ന അലതല്ലി. യുഗാരംഭത്തിന് മുന്നേ ദൈവം നമ്മെ കണ്ടല്ലോ. ഈ വിഷയം ഇങ്ങനെ തന്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ അലതല്ലി കടന്നപ്പോൾ പോയ പോക്കിന് സാറൊരു പാട്ടെഴുതി. എം.ഇ. ചെറിയാച്ചൻ. എനിക്ക് തൂണൊന്നുമില്ല, പാട്ടിങ്ങനെ അതിയുഗങ്ങൾ തുടസം ആയതിൻ മുൻപേ ആദിപരാഭാവികളെ ഓർത്ത നിന്നൻപേ ആശ്രയമാതാണെനിക്കുള്ള ആശയിൻ കൂമ്പേ ദിവ്യ കാരുണ്യ കാമ്പേ ദിവ്യ മഹാത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹ മഹോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. മഹോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവലോകത്തിൻ ശാപം ലോകത്തിൻ ശാപം. സ്വർഗസുഖ മണുവളവും അനുഭവമാകാൻ യോഗ്യതയിൽ അഗതിയെ നീ കൽപ്പവും ഓർക്കിൽ. ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി. പാപശിക്ഷകൾ പോയി. അപ്പൊ യുഗാരംഭത്തിന് മുന്നേ ദൈവം നമ്മെ കണ്ടതാണ്. ഇന്ന് രാത്രി നിങ്ങളൊരു കാര്യം ഓർക്കണം. അബദ്ധപ്പെട്ട് വന്നതല്ല, അവൻ സ്വന്തം തട്ടുകേട് പറ്റി ഇതിനകത്ത് കയറിയതല്ല. ദൈവം നമ്മെ മുന്നമേ കണ്ടു. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് വെട്ടിലായി പോയല്ലോ എന്ന് ഓർത്താ ദൈവമേ പറ്റിപ്പോയില്ല, ഇനി എങ്ങനെയായിരുന്നു ഊരി പോകുന്നേ. എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതൊക്കെ നന്നായിട്ടൊക്കെ ഇരുന്നേ, ഇതിനകത്ത് പെട്ടുപോയില്ല, ഇനി എങ്ങനെയായിരുന്നു ഊരി പോകുന്ന. അങ്ങനെ ചിന്തിക്കരുത്. അവൻ അബദ്ധത്തിൽ വന്ന് കയറിയതില്ല. പണ്ടൊരുത്തരോട് എങ്ങനെയാണ് ആ സ്നാനപ്പെട്ടത്? കാല് തെറ്റി വെള്ളത്തിൽ പോയതാണ്. അങ്ങനെയാണോ മുങ്ങിയത്? അല്ല, ഇത് അബദ്ധപ്പെട്ടതല്ല, അഗ്നി പറ്റിയതല്ല, തട്ടുകേട് പറ്റിയതല്ല. ദൈവം നമ്മെ മുന്നമേ കണ്ടതുകൊണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവം നിന്നെ കണ്ടത് കൊണ്ടാണ്. സഹോദരങ്ങൾ വെറുത്തപ്പോൾ, ചാർച്ചക്കാർ തള്ളിക്കളഞ്ഞപ്പോൾ, സ്നേഹിതർ വിടക്കം തള്ളിയപ്പോൾ ദൈവത്തെ എന്നെ നിന്നെ കണ്ടത് കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്വോത്രം ചെയ്തോണം. ദൈവം നമ്മെ കണ്ടല്ലോ. ജീവിതത്തിന്റെ പ്രസാദപ്രകാരം ദൈവം നമ്മെ ദത്തെടുത്തല്ലോ. അവൻ തന്നെ മുന്തിങ്ങി ചച്ചാനം നൽകി, ആത്മാനം നൽകി, മുദ്രകെട്ട് നീരീകരിച്ച് വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ ദൈവം നമുക്ക് അവകാശങ്ങൾ നൽകി. അതെ, എഫേസ്യർ പൗലോസ് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം 1:4 വായിച്ചു. നാം തന്നെ സത്യം വിശുദ്ധരെ നിഷ്കളങ്കരാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായും നമുക്ക് സൗജന്യമായി നൽകിയ. താഴോട്ട് പഠിക്കുമ്പോൾ അവൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, നീതീകരിച്ചു, മുന്നിൽ വെച്ചു, അച്ചാരം നൽകി, ആത്മാവിനെ നൽകി, മുദ്ര കിട്ടു, അവകാശം നൽകി. ഇതെല്ലാം ദൈവം ചെയ്തു. ഇങ്ങനെയൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് ക്രിയകളൊക്കെ ചെയ്ത് ഇനി അടുത്തത് നമ്മളെ എവിടെ കൊണ്ടാ ഇരുത്തിയേക്കുന്നേ? ഇരിക്കുന്ന സ്ഥലത്തിൽ പറഞ്ഞോണ്ട് പോകും. കണ്ടിന്റെ ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിലിരുത്തി. അപ്പൊ എവിടാ ഇരിക്കുന്നേ? പറ. ഇരിപ്പ് കണ്ടാലെന്ന് തോന്നുകയല്ല, എന്നാലും വന്ന് കുത്തിയിരിക്കുന്നല്ലോ. ദൈവം ഇരിക്കട്ടെ. ഇരുത്തിയിരിക്കുന്ന എവിടാ? സ്വർഗത്തിലാ. അപ്പൊ ഞാൻ നിങ്ങൾ ഇരിക്കുന്ന സ്വർഗത്തിലാ. സ്വർഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സന്തോഷമാണ്. സ്വർഗത്തിൽ കരച്ചിലും പല്ലുകടിയൊന്നുമില്ല. ഇല്ല, കരച്ചിലും പല്ലുകടി എവിടാ? നരകത്തില്ല. സ്വർഗത്തിൽ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. പൗലോസ് പറഞ്ഞല്ലോ, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, മാനികമല്ല, നീതിക്ക് സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് ഫിലിപ്പിയരോട് പറയാ, കർത്താവിൽ സന്തോഷിപ്പിൻ. സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. നമുക്ക് സന്തോഷിപ്പാൻ വഴിയുള്ളത് കർത്താവില്ല. എന്താണ് നമ്മൾ സന്തോഷിക്കുന്നത്? നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നതല്ല, അല്ലെ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി, അതിൽ സന്തോഷിക്കണമെന്നാണ്. ഇന്ന് രാത്രി ആമൻ ഭൗതികമായ സമ്പത്തോ നന്മകളൊന്നും നമുക്കില്ലെങ്കിലും സന്തോഷിപ്പാൻ വഴിയുള്ളത് യേശു നമ്മുടെ പാപം മോചിച്ചു, യേശു നമ്മെ തെരഞ്ഞെടുത്തു, യേശു നമ്മെ രക്ഷിച്ചു, യേശു നമ്മെ വിടുവിച്ചു. നമ്മുടെ നിരാശകളും പ്രാരങ്ങളും വികാരങ്ങളും അറുതി വരുത്തി ദൈവം നമുക്ക് ഹൃദയങ്ങളിൽ സന്തോഷം നൽകി. എന്തോ സന്തോഷമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആനന്ദമല്ലയോ?
അതിനെ മൂത്താമ്പാക്കലെ കൊച്ചുകുഞ്ഞ് ദേശമായിട്ട് പാടിയിരിക്കോ. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തൊരാനന്ദമേ. ഈ ശരീരം ഉടയുന്ന നേരത്തു പിൻ ശരീരം നമുക്കേടുമേ. അല്പകാലം കൂടെ താമസിച്ചിടുകിൽ ആത്മപ്രിയൻ മുഖം മുത്തിടാമേ. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ. അതിന്റെ സന്തോഷമില്ലല്ലോ, എന്തോ സന്തോഷമാണല്ലോ. അപ്പൊ ന്യായവതിയെല്ലാം മാറ്റി, ശാപദോഷങ്ങളെല്ലാം മാറ്റി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ ഏൽ മിഷ്മാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ന്യായവതി എന്നാ. ഈ ന്യായവതിയുടെ സ്ഥലത്തെയാണ് ദൈവം തമ്പുരാൻ പിന്നത്തേതിൽ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വിശുദ്ധമാക്കി. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധമെന്ന. എന്നാൽ ഇവിടെ വായിച്ചത് ഈ വിശുദ്ധമാക്കിയ കാദേശ് മരുഭൂമി നടുങ്ങി. അപ്പൊ എന്തുകൊണ്ടാണ് കാദേശ് നടുങ്ങിയത്, അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച കാദേശ് മരുഭൂമി നടുങ്ങാനുള്ള കാരണമെന്ന് ശ്രദ്ധിക്കുക. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14. ആവർത്തന 2-13-14. ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. നാം ആദേശ് പറയുന്നത് പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കും വരെയുള്ള കാലം 30 സംബന്ധിതമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയ്ക്ക് യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രാണികത്തിൽ നിന്ന്. എനിക്കത് പറയാൻ പേടി, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് പറയാതിരിക്കാൻ ഒക്കത്തുമില്ല, പറയണം. അതുകൊണ്ട് യഹോവ ഇവരുടെ സത്യം ചെയ്തതുപോലെ പ്രാണികത്തിൽ നിന്ന് മുടിഞ്ഞു പോയി. അടുത്ത പദം അവർ മുടിഞ്ഞു തീരുന്നത് വരെ, അവരെ മുടിഞ്ഞു തീരുന്നത് വരെ യഹോവയുടെ കൈ വരെ പ്രാണികത്തെ നശിപ്പിക്കുവാൻ അവർക്ക് വിരോധമായെന്ന. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. ആവർത്തന 2-13-14 വായിക്കുകയാണ്. ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറയുന്ന പുറപ്പെട്ടതുപോലെ സേരത്തോട് കടക്കം വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിൻ്റെ യോനാക്കനാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രാണികത്തൊന്ന് മുടിഞ്ഞു പോയി. അവരെ മുടിഞ്ഞു തീരുന്നവരെ അവരെ നശിപ്പിക്കുവാൻ യഹോവയുടെ കൈ അവർക്ക് പ്രാണികത്വം വിരോധമായിരുന്നെന്ന്. അപ്പൊ കനാനോട് ഏറ്റവും അടുത്ത സ്ഥലമാണ് കാദേശ്. ഈ കനാൻ നാട് എന്ന് പറഞ്ഞ ഏറ്റവും നല്ല സ്ഥലമാണ്. ഭൂലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല 1-ാം തര സ്ഥലമാണ് കനാൻ നാട്. ഏദൻ തോട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലം കനാൻ നാടാണ്. ഏദൻ തോട്ടത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലമായിരുന്നു. സാറ് വേദപ്രകാരത്തിൽ കൊടുത്തിരിക്കുന്നത് കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുള്ളി പേരയും നാഗരംഗം ആതളം ആതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചൊത്തിയും അത്തവൃക്ഷം കമ്രമാം താതൃതാര ജാലങ്ങൾ പീലുക്കളും പീലു കാപ്പി ഗന്ധപുഷ്പങ്ങളെയും ചമ്പകമ്പകളവും ഗന്ധമോക്ഷവും മോക്ഷധ്രുവും സപ്തക്ഷതം വൻപാലും ഇനിപ്പാനും പോഷണത്താലും വാട തമ്പുരായി ഏതനും ഗാംഭീര്യമായുള്ള ഭാരം ദ്രവിച്ചുള്ള അൻപത് പച്ചത്തൊലി വേറുന്ന ചിങ്ങനാദി. എന്റെ താഴോട്ട് ഒത്തിരിയോ ആപ്പിളും പൈനാപ്പിളും ചെറിയ ഗൂസ്ബറി നെല്ലിക്ക, ഇതെല്ലാം ഏതൻ തോട്ടത്തിലുണ്ടെന്ന്. ആപ്പിളും പൈനാപ്പിളും ചെറിയ ഗൂസ്ബറിക്കും ആപ്പിൾ വൃക്ഷങ്ങളിലേക്ക് തെട്ടിക്കിരമ്യങ്ങളുടെ സസ്യ പക്ഷസൽക്കു ഉൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസും നാരാമത്തിൽ വെള്ളരി മുതലായ വള്ളികൾ പ്രബലമായി നല്ലൊരു കാന്തിയോട് ദിവ്യ പക്വത മൂലം. അപ്പൊ എല്ലാം കൊണ്ട് സുന്ദരമായ സ്ഥലമായിരുന്നു കനാൻ നാട്. അപ്പൊ എല്ലാം കൊണ്ട് നല്ല കനാൻ നാടിന് പല പേരുകളാണ്. 1 കനാൻ നാട്, 2 വിശുദ്ധ നാട്, 3 എബ്രായരുടെ ദേശം, 4 വാഗ്ദത്ത നാട്, 5 പലസ്തീൻ. ഇങ്ങനെ പല പേരുകളാണ് കനാൻ നാടിന്. കനാൻ നാടെന്ന പേര് വരാൻ കാര്യം ഈ കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ് കനാൻ നാട്. ഇന്നലെ പറഞ്ഞ പോലെ കനാൻ നാടെതിരാ കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രൈം, തൊട്ട് പടിഞ്ഞാറ് കടലുപടിയും ഒന്നിച്ചാണ്. അപ്പോൾ കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാകിയാൽ ഇതിന് കനാൻ നാടെന്ന പേര് വന്നു. ഇനി വാഗ്ദത്ത നാടെന്ന് പേര് വരാൻ കാര്യം അബ്രഹാമിന് ദൈവം തമ്പുരാൻ വാഗ്ദത്തമായി കൊടുത്ത സ്ഥലം. 13-14 അബ്രഹാമിനെ യഹോവയാകുന്ന ദൈവം തമ്പുരാൻ വാഗ്ദത്തമായി കൊടുത്ത സ്ഥലമാകിയാൽ ഇതിന് വാഗ്ദത്ത നാടെന്ന് പേര് വന്നു. എബ്രായരുടെ നാടെന്ന് പേര് വരാൻ കാര്യം എബ്രായനായ അബ്രഹാം യൂഫ്രട്ടീസ് നദി കടന്നു വന്ന് പാർത്ത സ്ഥലമാകിയാൽ ഇതിന് എബ്രായരുടെ ദേശം എന്ന പേര് വരുവാനിടയായി. ഇതിന് വിശുദ്ധ നാടെന്ന് പേര് വരാൻ കാര്യം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പാദസ്പർശനമേറ്റ സ്ഥലമാകിയാലും യെരൂശലേം ദേവാലയം ഈ ദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാലൊക്കെ ഇതിന് വിശുദ്ധ നാടെന്ന് പേര് വന്നു. ഇനി പലസ്തീൻ എന്ന് പേര് വരാൻ കാര്യം പടിഞ്ഞാറേ തീരത്ത് ഫെലിസ്ത്യർ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റോമരുടെ കാലത്ത് ഫെലിസ്ത്യർ ധാരാളം ഉള്ളത് കൊണ്ട് പലസ്തീൻ എന്ന പേര് പിൽക്കാലത്ത് കൊടുത്തത്. അപ്പൊ എല്ലാം കൊണ്ട് നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം, ഏറ്റവും നല്ല സ്ഥലമാണ്. വായിച്ച ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം, ആവർത്തന പുസ്തകം 11-10-12, ആവർത്തനം 10-11-12, 106-ാം സങ്കീർത്തനം 24, ആദ്യ ആവർത്തനത്തിന്റെ 8-7 വായിച്ചേ.
നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ. ഈ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യഹോവയാകുന്ന ദൈവം തമ്പുരാൻ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ ഓർപ്പിച്ചുണർത്തുകയാണ്. അല്ലയോ ഇസ്രായേലേ, ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നല്ല ദേശത്തേക്കാണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. സ്തോത്രം. ഈ ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങളൊന്നുകൂടെ ആവർത്തിച്ച് ഓർപ്പിക്കുക. പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യം ഒന്നും ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നിരാശപ്പെട്ടൊന്നും പോകരുത്. ഈ നല്ല ദേശത്തേക്കാണ് ഇവരെ കൊണ്ടുവന്നെന്ന് പറയാൻ കാര്യം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ്രൈമിലെ ചിന്തയുണ്ടാകും. അവിടുന്ന് പോകുന്നെങ്കിൽ അകത്തേന്ന് മിസ്രൈം പോയിട്ടില്ല. അകത്തേന്ന് കമ്മലമാലയൊക്കെ ഒരു നല്ല കാര്യം, മീശയൊക്കെ പഠിച്ചതും ഇങ്ങനെ മുറുക്കി പിടിച്ച അവരെ പഠിക്കുന്നത്. കാരണം തരി പോലും നല്ല കാര്യമാണ്. വെള്ളം ഇടുമ്പോൾ ഒരു പുള്ളി പോലും കാണുകയില്ല. നല്ല കാര്യമാണ്. ഈ പുറമേ ഇതെല്ലാം വിട്ടു പോകുന്നെങ്കിൽ അകത്തേന്ന് മിസ്രൈം പോയിട്ടില്ല. പള്ളിയും പട്ടക്കാരെയൊക്കെ വിട്ട് പോകുന്ന കുരിശു തൊട്ട് കണ്ടാൽ ബന്ധിക്കും. യേശുവിന്റെ നാമത്തെ കുരിശു തൊട്ടിയെ ഫലിച്ചിരിക്കുന്നു. നിനക്കല്ല, അതവിടെ ഇരിക്കട്ടെ. നാളെ രണ്ട് പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് വലം വെച്ച് പ്രാർത്ഥിച്ചു. എന്തിനാ നീ സഭാകൂടി വന്ന് പ്രാർത്ഥിയില്? അമ്പലത്തിന് വലം വെച്ച് പ്രാർത്ഥിച്ച് നടക്കുന്നത് അതിന് അവര് വെക്കോളും. നമ്മളെ ഏൽപ്പിച്ചാതാന്നോ? ഞങ്ങൾ 5-6 ഉപദേശിമാരെ അമ്പലത്തിന് എന്തിനാ നീ ഓടി വന്ന് പ്രാർത്ഥിയില്? അമ്പലത്തിലല്ല, പിന്നെ പ്യായ കയറി അടിക്കുന്നില്ല. നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മളങ്ങ് ചെയ്താൽ മതിയല്ലോ. അമ്പലം പൊളിക്കാനും കുറിച്ച് നട്ടി അടിച്ചുടക്കാനൊന്നും പോകണ്ട. അതവിടെ ഇരുന്നോട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം നീ അങ്ങ് ചെയ്താൽ മതി. നമ്മൾ ഏൽപ്പിക്കാത്തതൊക്കെ കയറി ചെയ്യും. നമ്മളുടെ കർത്താവ് സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. അത് മതി. സ്തോത്രം. ഇതൊക്കെ ഉണർവ് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഉണർവാണ്. അപ്പൊ ഈ അകത്തേന്ന് മിസ്രൈം പോയിട്ടില്ല. അകത്തേന്ന് മിസ്രൈം പോരാഞ്ഞത് കൊണ്ടാണല്ലോ ചെങ്കടലത്ത് വന്നപ്പോ ഇവര് പറഞ്ഞ മിസ്രൈം ശവക്കുടി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഇവിടെ നല്ല കുടി പോലും വെട്ടാനൊക്കെ രണ്ട് താത്തം വെള്ളം കയറും മണത്തിട്ടാ. മിസ്രൈം ശവക്കോട്ട ഇല്ലാണ്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട്. മിസ്രൈമിൽ നിന്ന് പോകണമെങ്കിൽ അകത്തേന്ന് ശവക്കോട്ട പോയിട്ടില്ല. ചിന്തകളാണ്. ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞു, നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്തിച്ച് തിരിച്ചു പോയാക്കാൻ. ഒരു തലവനെ തെരഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ പിന്നെ അക്കരെ കയറിയപ്പോൾ ഇവരൊരിക്കൽ പറഞ്ഞു, ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നെന്ന്. ഇതൊക്കെ മിസ്രൈം അകത്തേന്ന് പോയിട്ടില്ല. വായിച്ചേ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. ആ മരുഭൂമി വെച്ച് ഇസ്രായേൽ മക്കളെ ഏത് മരുഭൂമി? വായിച്ചാവത്ത വായിക്കും. അങ്ങനെ പറ. ഞാൻ അറിഞ്ഞത് പത്തനാപുരം കേവിലോൺ പത്തനാപുരത്തിന്റെ ബന്ധുക്കാരനാണ്. ആണോ? അപ്പൊ പിന്നെ വചനം നന്നായിട്ട് അറിയാം. കൂടെ നിന്നോണം. അത് പറയാനേ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് ആ മരുഭൂമി എന്ന് പറഞ്ഞാൽ സീൻ മരുഭൂമിയാണ്. ഇവര് സീൻ മരുഭൂമി വന്ന ദൈവപുത്രന്മാർക്കെതിരെ പുറപ്പെടുത്തു. അടുത്ത വാക്യം, ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ. അതാ ഇവർക്ക് പറ്റിയ കുഴപ്പം. ഇരിക്കുന്നത് എവിടാ? ഇറച്ചിക്കലത്തിന്റെ ഇരിക്കേണ്ടതല്ല ഇവരിയ്ക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും ദൈവമക്കൾ ഇരിക്കരുത്. നമുക്ക് ഇരിക്കാനും പോകാനും നിൽക്കാനും സംസാരിക്കാനും ഒക്കെ പ്രമാണങ്ങൾ ബൈബിളിലുണ്ട്. 1-ാം സങ്കീർത്തനം കർക്കശമായി പഠിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പ്രാപികളുടെ വടിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. നമുക്ക് കർക്കശമായ പ്രമാണമാണ്. നാടോടുന്നത് പോലെ ഓടാൻ നമുക്ക് പ്രമാണമില്ല. ചില പറയാണ് നാടോടുമ്പോൾ നടുവേ ഓടിക്കണമെന്ന്. നമുക്ക് പ്രമാണമില്ല. ചേരത്തിരുന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ അതിന് നടുത്തുണ്ട്. നമുക്ക് പ്രമാണമില്ല. നമുക്കൊരു പ്രമാണമുണ്ട്. പ്രമാണം വിട്ടൊന്ന് ജീവിതം നയിച്ചാൽ സ്വർഗത്തിൽ പോവുകയല്ല. ഇവിടെ ട്രമ്മൊക്കെ അടിച്ച് ആഴ്ച കൊമ്പനാട്ടി ഓരോ ട്രമ്മ് മേടിച്ച് അടിച്ചങ്ങ് പൊട്ടിക്കാം. നാട്ടിൽ പോകുമ്പോഴല്ല ഓരോ ട്രമ്മാ കൊണ്ടുവരുന്നത്. അടിച്ചടിച്ച് പൊട്ടിക്കുക. പണ്ട് ഇറ്റാട്ട് കുഞ്ഞുട്ടിച്ചാൻ അവിടെ അവിടുത്തെ ട്രം അടിച്ച് അടിച്ചടിച്ച് ട്രമ്മ് പൊട്ടി കൈ അകത്ത് കയറിയപ്പോൾ അതും പൊക്കി അടിച്ചു. ഇരുന്ന് ജനമെല്ലാം പേടിച്ചോടി. ഉണർവല്ലേ? നടന്ന കാര്യമായി പറഞ്ഞു. അടിച്ചടിച്ചടിച്ച് ആയത്തിൽ അടിക്കുന്നു. അടിച്ചപ്പോ ഇതങ്ങ് പൊട്ടി പല പൊട്ടി കൈ അകത്ത് അടുത്തിരുന്നവരെല്ലാം ഓടിക്കും. ഉണർവാ. ബ്രഹ്മമേടിച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവചനത്തിന്റെ വിശുദ്ധിയിൽ നീ നിൽക്കണം. ഇത് വിശുദ്ധിയുടെ പ്രമാണമാണ്.
ഇത് അവന്റെ പത്തിയ വചനമാണ്. വചനത്തിന് അയോ വരുത്താനും കൂട്ടുചേർക്കാനും കുറയ്ക്കാനും പ്രമാണമില്ല. ആകാശം വലിയ വിശാലമാണല്ലോ, മേലോട്ട് കയറിയ എത്തും തുമ്പും ഒന്നും കിട്ടുകയില്ല. പക്ഷെ ഫ്ലൈറ്റ് എല്ലായിടത്തൂടെയും പറപ്പിക്കത്തില്ല. പൈലറ്റ് പറയാൻ വിരിഞ്ഞ് കിടക്കാം, നമുക്കെതിരെ കയറ്റിക്കൊണ്ട് ഇതിന്റെ റൂട്ടുണ്ട്. ലോകം വലിയ വിശാലമാണ്, പക്ഷെ നീ എല്ലായിടത്തൂടെയും പോകരുത്. കടല് ഭയങ്കര വിശാലമാ, ഒന്നും ഒരു താങ്കം തരുമ്പുമില്ല. ദൂരോട്ട് നോക്കിയാൽ പുക പോലെ കാണാം. പക്ഷെ കപ്പിത്താൻ കപ്പൽ എല്ലായിടത്തൂടെയും വിടത്തില്ല. കപ്പലിന് പോകാൻ ചാലുണ്ട്, കപ്പൽ ചാല്. കപ്പലും വലുതാ, കടലും വലുതാ. പക്ഷെ കപ്പിത്താൻ എല്ലായിടത്തൂടെയും കപ്പല് വിടത്തില്ല, ആ ചാലിൽ കൂടെ വിടുവോ. എന്നേക്കാൾ അറിവും പരിജ്ഞാനവും നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ലോകം വലിയ വിശാലമാണ്. സ്തോത്രം സ്തോത്രം. പക്ഷെ എല്ലായിടത്തൂടെയും പോകാൻ നിനക്ക് പ്രമാണമില്ലെന്ന് ഓർത്തോണം. എല്ലാരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ നിനക്ക് പ്രമാണമില്ല. എല്ലാരും പറയുന്നത് പോലെ പറയാൻ നിനക്ക് പ്രമാണമില്ല. എല്ലാവരും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് പ്രമാണമില്ല. ഇത് വിശുദ്ധിയുടെ പ്രമാണമാണ്. അപ്പോൾ അകത്തിന്ന് മിശ്രയും പോയിട്ടില്ല. അകത്ത് മിശ്രയും സ്തോത്രം. ഇറച്ചികൾ ഇതിന്റെ അടുക്കലിരിക്കുന്ന നമുക്കിരിക്കാൻ പ്രമാണമുണ്ട്. അപ്രകാരം കൂടാരവാതുക്കൽ ഇരുന്നെന്നാ എഴുതിയേക്കുന്നത്. ലോത്തോ പട്ടണവാതുക്കൽ. കളിയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഏതാ മരുമക്കള് പെൺപിള്ളേർക്ക് ആലോചിച്ച് ആൺപിള്ളേരോടുണ്ട് ഒരുപാട് രസമൊക്കെ പറഞ്ഞിരിക്കുക. രസം പറഞ്ഞതിനിടെ പറഞ്ഞു തീ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഗന്ധവും തീയുമൊക്കെ വരുന്നുണ്ട്. മരുമക്കൾ പറഞ്ഞു ഓ ഇന്നാളും ഇങ്ങനെ കണ്ടൊക്കെ പറഞ്ഞതാ. അവസാനം ഗന്ധകം പാറയൊക്കെ മൗലിയിലോട്ട് വർഷിച്ച് വീണപ്പോ അന്തം വിട്ട് ഓടിയെന്ന സ്തോത്രം. സോലോ നഗരം പാപികളുടെ കൂട്ടമാ, അവിടെ നിൽക്കാൻ പ്രമാണമില്ല. സ്തോത്രം. സൈമൺ സാർ കൊടുത്തേക്കുന്ന ഒരു തെരുവിന് ഇടവഴിയിൽ ഉടക്കടന്ന ബോധ ഒന്നിച്ച് കണ്ടാൽ ഒരു തരം വങ്കരെ തലമുടി മിനിക്കുകയും അശ്രു മുറുക്കുകയും ലളിതതര ശൃംഖല മധ്യ മുറുക്കുകയും വിലപെരുക്കം ആടയാൽ ആപാദമസ്തകം നലമുടി മറച്ച് നൽപാസം പിരിക്കുകയും കരവതൃത്തിൽ കിട്ടുമെന്ന് മുഖരജോടെത്തിയും കണ്ടമാനം പേശി ദന്തം കടച്ചും. അപ്പൊ ഇങ്ങനെ രാത്രിയും ചെറുതായിട്ട് ഇവര് നടക്കുന്നതാണ്. അവരുടെ പട്ടണമാനൊക്കെ പോയി ഇരിക്കുക. അപ്രകാരം കൂടാരവാതുക്കല. അതാ ദൈവദൂതന്മാർക്കെന്നെ ഓടിച്ചെന്ന് സൽക്കരിച്ച് ദൈവം ദൂത് പറഞ്ഞു അടുത്ത ആണ്ട് തലമുറയിൽ തരുമെന്ന്. ഇനിയിപ്പോ മാറ്റാക്കി തന്നെ ജീവിതത്തിൽ വിടുതലുണ്ടാവും. നിന്റെ നടപ്പ് ക്രമീകരിച്ചാൽ തന്നെ ജീവിതത്തിൽ വ്യത്യാസം വരാൻ പോയത്. നിന്റെ ജീവിതത്തിൽ ക്രമീകരണം ഇന്ന് രാത്രി വരുത്തും. ദൈവം നാളെ മുതൽ നിനക്ക് വിടുതൽ നൽകും. ഇന്ന് രാത്രി ആര് തീരുമാനമെടുക്കും, ആര് പ്രതിഷ്ഠ ചെയ്യും, ആര് അനുദരിക്കും, ആര് ഏറ്റു പറയും, ഇന്ന് രാത്രി ദൈവം തന്നെ വിടുവിക്കുന്ന രാത്രി. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. പടിയവത്തിന് പ്രമാണം പുരോഹിതനെ അംഗപ്രത്യംഗമായിട്ടൊക്കെ ക്ഷൗരം ചെയ്യിപ്പിച്ചവനെ പുരോഹിതൻ ശോഷിച്ച് അംഗവസ്ത്രം എല്ലാം ധരിപ്പിച്ചു രണ്ട് ആട്ടുകൊറ്റിനെ കൊണ്ടുവന്ന് ഒന്നിനെ അറക്കണം. അടുത്ത ചൊന്നിനെ എടുത്ത് കട്ടളക്കാലില്ല യാഗപെടുത്തലെല്ലാം കൊടുത്ത് വന്നിട്ട് കൊടുന്ന് ഒന്നിന്റെ രക്തമെടുത്ത് ഈ രക്തം കിണ്ണത്തിലെടുത്തിട്ട് പുരോഹിതന്റെ വലത്തെ കാലിന്റെ പെരുവരിൽ രണ്ടും മുക്കണം, വലത്തെ കൈയുടെ പെരുവരിൽ രണ്ടും മുക്കണം. എന്നിട്ട് വലത്തെ ചെവിയെ കൊണ്ട് തുടയ്ക്കണം. ശുദ്ധീകരണ ക്രമമാണ്. വലത്തെ കാലിന്റെ രണ്ട് പെരുവരിൽ, വലത്തെ കൈയുടെ രണ്ട് പെരുവരിൽ, വലത്തെ ചെവി ഈ രക്തമെടുത്ത് പുരട്ടണം. അത് അങ്ങനെ എന്തോ മെനക്കെട്ട ഇടപാടാന്നറിയും. സൂക്ഷിക്ക് നിർത്തുക. ഇതിപ്പോ ഒരു വർഷമായി സ്കൂളിൽ പഠിക്കുമ്പോഴേ അവനങ്ങ് അണ്ടർപാസ് ആവില്ലേ? പിന്നെ ഇവിടെ വെക്കുന്ന ഡോക്ടർ റോറൻ പ്രയാസമുണ്ടേ പോട്ടെ പറയുന്നില്ല. ഇങ്ങനെല്ലാം ശുദ്ധീകരണ ക്രമങ്ങളാ. അപ്പൊ വലത്തെ കാലിന്റെ പെരുവരില്ല, വലത്തെ കൈയുടെ പെരുവരില്ല, വലത്തെ ചെവിയുടെ ഇതൊക്കെ രക്തം പുരട്ടണം. ഇതെല്ലാം ചെയ്ത് മെനക്കെട്ട പണിയാ. ഇതെല്ലാം ചെയ്തപ്പം എബ്രായ ലേഖനക്കാരൻ എന്നിട്ട് പറഞ്ഞ ന്യായപ്രമാണ പ്രകാരം ഏകദേശം ശുദ്ധീകരണം വന്നു. ഈ മെനക്കെട്ട പരിപാടിയെല്ലാം ചെയ്തിട്ടും പുള്ളി പറഞ്ഞ ഒന്നും അത്ര ഒത്തിട്ടില്ലെന്ന്. അപ്പൊ പുതിയ നിയമത്തിലെ ശുദ്ധീകരണം എന്തും ശുദ്ധീകരണമാണ്. സ്തോത്ര സമ്പൂർണ്ണ വിശുദ്ധീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിന്റെ വിശുദ്ധി സമ്പൂർണ്ണ വിശുദ്ധീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാം ചെയ്യാൻ എല്ലാം പോകാൻ നമുക്ക് പ്രമാണമില്ല. അകത്തുനിന്ന് മിശ്രയും പോയിട്ടില്ല. അകത്ത് മിശ്രയുമാണ്. സ്തോത്രം. അകത്ത് മിശ്രയും ഉള്ളത് കൊണ്ടാണെന്നല്ലോ ഇവര് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. മിശ്രൈമിന്റെ അമ്പളവും മിശ്രൈമിന്റെ ആരാധനാ മൂർത്തിയാ കാളക്കുട്ടി. അകത്ത് മിശ്രയും ഉള്ളത് കൊണ്ടാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. സ്തോത്രം. മോശ പോയിട്ട് 40 ദിവസമായി, ഒരു വിവരവും ഇല്ല. ജനമെല്ലാം പ്രളയത്തിൽ കിടക്കുക.
പാളയത്ത് ഈ പർവ്വതത്തോട് അടുത്ത് വിടരുത്, വേരുകെട്ട് സൂക്ഷിച്ചു. ഒരു മൃഗമോ മനുഷ്യനോ ഒന്നും അടുത്ത് വന്നേക്കരുത്, തൊട്ടാച്ച് തട്ടിപ്പോകുമെന്നും പറഞ്ഞാൽ മോശ മുകളിലോട്ട് കയറിപ്പോയി. 40 ദിവസമായിട്ട് മോശയെ കാണുന്നില്ല. ജനത്തിന്റെ കുശുകുശും അപശബ്ദവും ഉണ്ടായി. ജനമെല്ലാം കൂടെ അഹറോനെടുക്കുമെന്ന് ചോദിച്ചു. പുള്ളി പോയിട്ട് വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഓ ഒന്നുമില്ല. ഫോൺ വല്ലതും വന്നോ എന്ന് ചോദിച്ചു. മെസ്സേജോ വല്ലോ ഒന്നുമില്ല. എത്ര ദിവസമായെന്ന് ചോദിച്ചു. 10-40 ആയി. ഒരു വിവരം ഇല്ലയോ എന്ന് ചോദിച്ചു. പിന്നെ ആരാണ്ട് ചോദിച്ചു പുള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഉണ്ടോ? അപ്പൊ അവരോ പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞു. ആളുണ്ട് എങ്ങനെ അറിയാം? കുടുങ്ങുന്നുമുണ്ട്, പുകയും പൊങ്ങുന്നുണ്ടെന്ന്. സീനായി കൊടുമുണ്ടെങ്കിൽ യഹോവ ഇറങ്ങി വന്നു. മോശെ അതിനകം പർവ്വതത്തിൽ കയറി ചെന്നിട്ടുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ തേജസ്, കാകളനാണ്, കോരിട്ട് വാക്കുകളുടെ ശബ്ദം, മേഘം, പുക, ഇതെല്ലാം കൂടെ പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പർവ്വതം ഒരു കുടുക്കോ ഒരു പുകയും. അതാ അവരോ പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞു. ഒരു കുടുക്കോ ഒരു പുകയും. ചില അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലോറി എന്ന് പറഞ്ഞിട്ട് ഞെട്ടലുണ്ടല്ലോ. എപ്പോഴും ഇല്ല ക്ലോറി, പിന്നെ അനങ്ങുകയല്ല. എപ്പോഴും ആരാധിക്കില്ല, വല്ലപ്പോഴും ഒരു ഞെട്ടല്. റാന്നിയിലുണ്ടായിരുന്ന ഒരു കൊച്ചമ്മ, പേരൊന്നും പറയുന്നില്ല, കാരണം രാത്രി തന്നെ നിങ്ങൾ വിളിച്ച് പറയും, പേടിയാ. ആരാധന ഇങ്ങനെ ഇരിക്കും, അനങ്ങത്തില്ല, സ്വോത്രമൊന്നും പറയില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഓറി തീർന്നു, അതോടെ തീർന്നു. അപ്പൊ ഞാൻ ജോർജ് കുട്ടിയോട് ചോദിച്ചു, പുള്ളിക്കാരിക്ക് എന്നെ വെട്ടുപാകമുണ്ടോ എന്ന് ചോദിച്ചു. ഇത്രേ ഉള്ളു, ഒരു ഞെട്ടല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുക്കം, പുകയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പറഞ്ഞു, അപ്പൊ നമുക്കൊരു ആശ്വാസം, വിട്ടുപോയിട്ടില്ലല്ലോ എന്ന്, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഞെട്ടല്. അപ്പൊ നമുക്കൊരു ആശ്വാസം, വിട്ടുപോകത്തില്ല. പഴയ നിയമത്തിലാ വിട്ടുപോകുന്നത്. ശൗലന്റെ മേലെ വന്ന് വിട്ടുപോയി, ശിംശോന്റെ മേലെ വന്ന് വിട്ടുപോയി, ദാവീദിന്റെ മേലെ വന്ന് പുള്ളി അഡ്വാൻസ് പറഞ്ഞ് വിട്ടുപോകരുതെന്ന്. പുള്ളിക്ക് മനസ്സിലായി മിക്കവാറും പോകാൻ ചാൻസ് കൊണ്ട്. ആ ഗേറ്റ് അടിച്ചു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് ഇടയ്ക്ക് വരുന്നത്. പുള്ളി അഡ്വാൻസ് കയറി ജാമ്യം കൊടുത്തു. അപ്പൊ പഴയ നിയമത്തിൽ വരും വിട്ടുപോകും, വരും വിട്ടുപോകും, വരും വിട്ടുപോകും. പുതിയ നിയമത്തിൽ വിട്ടുപോകത്തില്ല, പുതിയ നിയമത്തിൽ കെട്ടുപോകും. അതാ പൗലോസ് എഫേസ്യർക്കാർക്ക് പറഞ്ഞു, ആത്മാവിനെ കെടുക്കരുത്. പഴയ നിയമത്തിൽ വിട്ടുപോകും, പുതിയ നിയമത്തിൽ കെട്ടുപോകും. പാരപ്പെടണ്ട, വിട്ടുപോയിട്ടില്ല, കെട്ടുപോയതേ ഉള്ളൂ. സമാധാനപ്പെട്ടു ഇരിപ്പ് കണ്ടിട്ട് യോ പോയല്ലോ എന്ന് ഓർത്തായിരിക്കുന്നത്. പോയിട്ടില്ല, കെട്ടുപോയതാ. അപ്പോൾ ആരോ ചോദിച്ചു, ആളുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. വരുമോ എന്ന് ഉടനെ അവരെ പറഞ്ഞു, വരുമെന്നും പറഞ്ഞാ പോയത്. ഉറപ്പാണ്. പ്രാർത്ഥിക്കുന്ന കേട്ടായിരുന്നു യഹോവയുടെ ഗമനത്തെയും അങ്ങനെ പറഞ്ഞാ പോയത്. ഉറപ്പാണ്, വരും. ഇത് കണ്ടില്ലേ? വരും. നേരത്തെ പറഞ്ഞാൽ വരുവോ വരാതിരിക്കോ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. മുമ്പിൽ നടക്കാൻ ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രത്യേകത, വലിയൊരു മുന്നിലുണ്ട്, ഇവര് സ്പീഡ് നടക്കും. ആയുമില്ലെങ്കിൽ ഇവര് നടക്കുകയില്ല. അതാ ഉപദേശം പറയുന്നത്, നാളെയും ഒരു കർത്തൃദാസനം ഉണ്ട്, എന്നാലേ ആള് വരുള്ളൂ. ആരെയും ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് നടക്കാൻ. അതുകൊണ്ട് ചാനാന്ന് പറഞ്ഞാ, ഓ ചാനിപ്പം വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കില്ലയോ, വേറൊരാൾ നാളെ വരുന്നുണ്ട്. ആ ഡോർ തുറക്കുമ്പോഴേ നോക്കും വന്നിട്ടുണ്ടോ. അപ്പൊ ഇസ്രായേലിന്റെ പ്രത്യേകത, വലിയൊരു മുൻപിലുണ്ടെങ്കിൽ ഇവര് സ്പീഡ് നടക്കും, ആളില്ലെങ്കിൽ നടക്കുകയില്ല. അല്ല പറഞ്ഞ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ, ഈ മോശ ദൈവമാണെന്ന് പറഞ്ഞാൽ ഇവര് നടക്കുന്നത്. മോശ ദൈവമാണെന്ന് പറഞ്ഞ എന്റെ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. ഉടനെ അവരോ പറഞ്ഞ് ഞാനിവിടെ ചെന്നാ ദൈവത്തെ ഉണ്ടാക്കുന്നു. അവർ ചോദിച്ചു, ഞാനെന്ന് ദൈവമായാലും പുള്ളിക്കൊരു പൊടിപ്പെടാനുണ്ട്, ദൈവമായാൽ കൊള്ളാന്ന്. എന്നെ പറഞ്ഞ് നിനക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല, വേറെ ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അവരോ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആഭരണമെല്ലാം കൊണ്ട് തരാൻ പറഞ്ഞു. കുണുക്കും എല്ലാം കൂടി ഊരിക്കൊണ്ട് കൊടുത്തു. അവനത് എടുത്ത് കുത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു ലക്ഷണമൊത്ത കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി. വായിച്ചേ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. വായിച്ചോ. ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങള് അറിയുന്നില്ല. അടുത്ത വാക്യം, അഹരോൻ അവരോട് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, പൊൻകൊടുക്ക് പറിച്ച് അവനത് അവരുടെ
കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് പാശ വരുത്തി. ശ്രദ്ധിച്ച് പറയാം, ഈ കുണക്കും ആഭരണം എല്ലാം കൂടെ കയ്യിലോട്ട് വാങ്ങിച്ചൊരു കുത്തുളി എടുത്ത് പാശ വരുത്തിയമ്മ പറഞ്ഞ ആകൃതി വരുത്തി. ആകൃതി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയുടെ ആകൃതി വരുത്തി. അപ്പൊ പാശ വരുത്തണമെങ്കിൽ എന്റെ ചിന്ത ആ ഭാഗം ചേർത്ത് പഠിച്ചാൽ ഈ ആഭരണം ഉരുക്കി തീക്കകത്തിട്ട് ഉരുക്കി കൊത്തുളി കൊണ്ട് പാശ വരുത്തുക, കാളക്കുട്ടിയുടെ രൂപം വരുത്തുക. പാശ രൂപമാണ്. കാലും വാലും നാക്കും കൊമ്പും ഇതിന്റെ വള്ളയും വയറും എല്ലാം വരുത്തുക. അപ്പൊ പാശ വരുത്തണമെങ്കിൽ അകത്ത് കാളയുടെ ഛായാചിത്രം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പാശ വരുത്തിയത്. നമ്മളിപ്പോ ഒരു പക്ഷിയുടെ പടം വരയ്ക്കണമെങ്കിൽ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളിത് കണ്ടേച്ചായി വരയ്ക്കുന്നത്. അകത്ത് നമ്മുടെ പക്ഷിയുടെ രൂപമുണ്ട്. ഒരു എഞ്ചിനീയർ വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ അകത്ത് ആ വീട് കണ്ടോണ്ടാണ് ഇദ്ദേഹം വരയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാളയുടെ ഭാഷ വരുത്തണമെങ്കിൽ അകത്ത് കാളയാണ്. നാട്ടിലൊക്കെ കമ്മറ്റി കൂടുമ്പോ കാളയെ പോലല്ലേ കിടക്കുന്നത്, അകത്ത് കാളയാ. ഇനിയിപ്പൊ അവരുടെയും കുഴപ്പമില്ല, ഈ കഴിക്കുന്നതിന്റെ വരുമല്ലോ വെളിയിലോട്ട്. ഈ നമ്പൂതിരിമാരെയൊക്കെ കണ്ടാൽ വളരെ എന്ത് സൗമ്യരാന്നറിയാമോ? പാലക്കാടൻ പട്ടന്മാരെയൊക്കെ കണ്ട എന്തോ സൗമ്യതയാണ്. നിങ്ങൾ തമാശ പറഞ്ഞതല്ല, ഇവിടെ ശ്രദ്ധിച്ചിട്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ തിരുമേനിമാരെ എന്നോ സൗമ്യതയാണെന്നറിയാമോ? എൻ്റെ കാര്യം ചീരയും മുരിങ്ങയിലെയും വാഴയിലേക്ക് എല്ലിയൊക്കെ അടിക്കുന്നേ ശാന്തര വളരെ സൗമ്യമായിട്ടാണ് നിൽക്കുന്നത്. കഴിക്കുന്ന അതാ. നമ്മുടെയൊക്കെ ചില സെൻട്രൽ കണ്ടിട്ടില്ലേ, എന്തോ സംസാരമൊക്കെ മയമില്ലല്ലോ. എവിടെ ബ്രദറിന്റെ വീട്? കോഴഞ്ചേരിലാന്നേ. ഇത്ര നാളായി വേലയിലായിട്ട് മയമില്ലല്ലോ. പരിക്കനല്ലേ? ഞാൻ കള്ളം പറഞ്ഞതല്ല, സത്യം പറഞ്ഞതാ. നല്ല സുഖകരമല്ലല്ലോ. അമ്പലത്തിലെ ശാന്തിക്കാരെ കണ്ട സൗമ്യന. അവർ കഴിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളാ. വെണ്ടക്കായും പയറും ചേനത്തണ്ടും എന്തുവാ ഈ താള് തീരെ വെച്ചതും മുരിങ്ങയില കുപ്പച്ചീര അങ്ങനെയുള്ള സൗമ്യരായിട്ട് കഴിച്ച് കഴിച്ച് നമ്മുടെ ആൾക്കാർ മൂലിയത്ത് നിന്ന് ഈ മാംസത്തോടുകൂടി രക്തത്തോടുകൂടി മാംസം തിന്നരുതെന്ന. കാരണം ജീവൻ രക്തത്തിലാണ്. അപ്പോൾ അത് ഇവരുടെ കുഴപ്പമല്ല. ഈ രക്തത്തോടുകൂടി മാംസം തിന്നരുത്. രക്തം മുഴുവനെ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. ആരാ രക്തം മുഴുവൻ കളയാന്ന്? ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇറച്ചി മേടിക്കാൻ പെടുമ്പടി പറയാൻ നുറുക്കിക്കൊണ്ട് വന്നോണം. നമ്മളെ പറഞ്ഞു വിടുക. നാട്ടിലൊക്കെ അവിടെ നുറുക്കിക്കൊണ്ട വരുന്നത് നുറുക്കിയാന്നോ? അന്നേ മേടിച്ചാ പറഞ്ഞു. പിന്നെ അത് ഒരു പാത്രത്തോടെ ടാപ്പ് തുറന്ന് ഇന്നലെ പറഞ്ഞാൽ വാവാന്ന് വെക്കുന്ന കാണാം. ഇതിന്റെ രക്തം വല്ലതും പോകും. ഇത് ഒരു 10-18 ആവർത്തിക്കാൻ ഞെരടി കഴിയെങ്കിൽ രക്തം പോയി വെള്ളം തെളിയണം. കണക്കതാണ്. ഇതിങ്ങനെ വെച്ച് രണ്ടാമത്തെ വെച്ച് എല്ലാം കൂടെ വെച്ച് ഈ രക്തമല്ല ഇതിനകത്ത് കിടക്കില്ലേ. ഇത് നമ്മൾ കഴിച്ച് ഈ രക്തമെല്ലാം കൂടെ ചെന്ന് കാളയുടെ സ്വഭാവമാണ് നമുക്ക്. അതിലെ കമ്മറ്റി കൂടുമ്പോൾ കൊണ്ടുകൊണ്ടാൻ അവിടെ പോകത്ത് കാള നിൽക്കും. കൊമ്പുമാനും കാള നിൽക്കും. അകത്തോട്ട് ഈ രക്തം ഇത് ഇവിടെ കുഴപ്പമില്ല, രക്തമല്ലേ ചെല്ലുന്നേ. രക്തത്തോടു കൂടി മാംസം തിന്നരുത്. അപ്പൊ പിന്നെ നാട്ടിലൊന്നും കാളയല്ല, ഈ കോഴിയാ. വെള്ളക്കോഴി ഉണ്ടല്ലോ, അത് നിന്ന് ആ കോഴി ഇരിക്കുമ്പോഴാ യോഗത്തിൽ. നിങ്ങൾ എനിക്കത് ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ആ വെള്ളക്കോഴി നിൽക്കുന്ന കണ്ടിട്ടില്ല? അനക്കമൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ചെല്ലുന്നതിന്റെ അങ്ങോട്ട് വരുമല്ലോ. അപ്പൊ അകത്ത് കാളയുള്ളത് കൊണ്ട് ആ ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവരുടെ മുൻപിലോട്ട് നിർത്തി. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ അവർ ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. ശ്രദ്ധിച്ച് പറയാ, ലക്ഷണമുത്തിയ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അഹറോൻ അവൻ ദൈവത്തിന് ഹിതകരമല്ലാത്ത പാപം ചെയ്ത് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി മുമ്പിൽ നിർത്തി. കാളക്കുട്ടിയെ കണ്ടപ്പോൾ ജനം പറയാ, അവനെ ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം നേട്ടം. ഈ ജനത്തിനൊരു പ്രത്യേകത, വല്ലതും കണ്ടാ ഇളകും. കരമ്പൊന്നും വേണ്ട, എന്തെങ്കിലും കണ്ടാ മതി. 1000 ട്യൂബ് ലൈറ്റും ഒരു 60 അടി നീളമുള്ള സ്റ്റേജും സ്റ്റേജിൽ ഒരു 10-25 ഉപദേശിമാരും പിന്നെ ഇട്ടുപിടി എല്ലാം വെച്ചുള്ള പാട്ടുകാരും വാൾ പോസ്റ്റും മൾട്ടി കളറിലെ ഈ വാൾ പോസ്റ്റും പിന്നെ കട്ടൗട്ടും ആർച്ചും ഒക്കെ വെച്ച് കഴിയുമ്പോൾ ജനം ഇളകും. പിന്നെ വണ്ടി ആളും തെള്ളും വന്നു കഴിഞ്ഞാൽ ജനം താഴെ നിൽക്കുകയല്ല. അതായത് കാളക്കുട്ടിയെ കണ്ടപ്പോൾ ജനം ഇളകി, ഭയങ്കര ഇളക്കമാണ്.
അത് ഇളകിച്ച് പറയും, ഇസ്രായേല് ഇത് തന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം തേണ്ട. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഇളകുക. അടുത്ത വാക്യം. അഗറോൻ അത് കണ്ടാറ്. എന്നത് കണ്ട് ഈ ഇളക്കം കണ്ട് അഗറോൻ ജനം കാളെ കണ്ടു, ഇളകി. അപ്പൊ അഗറോൻ ജനം ഇളകുന്ന കണ്ടു. അഗറോൻ അത് കണ്ടാറ്, ജനം ഇളകുന്ന കണ്ടു. മിടുക്കൻ. അഗറോൻ ഈ കാളക്കുട്ടിയെ ജനം കണ്ടപ്പോ ജനമെല്ലാം കൂടെ ഇളകി. ജനം ഇളകുന്ന അഗറോൻ കണ്ടപ്പം യവനെടുത്ത് അന്തരത്തിൽ അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം ഒന്ന് പണിതു. പിതാക്കന്മാര് യാഗപീഠം പണിതതല്ല, യഹോവയ്ക്കാണ്. ഉൽപ്പത്തിയിൽ വായിക്കുന്നത് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാമിനെ പറ്റി എടുത്തിരിക്കണം. അബ്രഹാം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അഗറോൻ ആർക്കാ യാഗപീഠം പണിതത്? കാളക്കുട്ടിക്ക്. ഇവരില്ല. കാളക്കുട്ടിക്ക് യാഗപീഠം പണിത ജീവൻ വാക്യം എഴുതി വെച്ചു, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം ഉണ്ടെന്ന്. യാഗപീഠം പണിതേക്കുന്ന കാളക്കുട്ടിക്കാ. വെളിയിൽ എഴുതി വെച്ചേക്കുന്ന ആർക്കാ? നാളെ യഹോവയ്ക്ക് ഉത്സവം. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. പ്രമാണം തെറ്റി, ക്രമം കെട്ട്, വഴിവിട്ട്, ലംഘനം നടത്തി, പാപം ചെയ്ത് താഴോട്ടുള്ള വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് മോശെ ഇറങ്ങി വന്നപ്പോൾ അഹറോനെ വിളിച്ചേച്ച് കർക്കശമായി തർജ്ജമ ചെയ്ത് ചോദിച്ചു, നീ ജനത്തെ കെട്ടഴിച്ചു വിട്ടത് എന്തിനാന്ന് ചോദിച്ചു. ജനത്തെ നീ ആര് പറഞ്ഞ് കെട്ടഴിച്ചു വിടാൻ? ഇത് കെട്ടപ്പെട്ട ജനമാ, പ്രമാണത്തോട് കെട്ടപ്പെട്ട ജനമാ. പ്രമാണത്തെ അയവ് വരുത്താൻ ഒക്കത്തില്ല. ജനത്തെ എന്തിനാ കെട്ടഴിച്ചു വിട്ടത്? ജനം പാപം ചെയ്തു. താഴോട്ടുള്ള വേദഭാഗം വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഇവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് ആര് മാറും? അവിടെ ദൈവം കാണുകയില്ല. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ദൈവിക വിശുദ്ധിയിൽ ജനം നിൽക്കണം. ഇങ്ങനെ പോയാൽ വിഷയം തീർത്തില്ല. നമ്മുടെ വിഷയത്തിലേക്ക് കൂടി ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എല്ലാ കുട്ടി നല്ല സ്ഥലമാ കനാൻ ദേശം. ഇവര് മിസ്രൈമിന്റെ പുറപ്പെട്ടെങ്കിൽ അകത്തു നിന്നൊക്കെ ഈ മിസ്രൈം പോയിട്ടില്ല. അതാ ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ. നാണ്ട സംഖ്യ 11:4 വായിച്ച. സംഖ്യ 11. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി. അതെന്നാ ജാതിയാ? അതെന്നാ ജാതിയാ? ഇതുപോലൊരു ജാതിയുണ്ടോ? അതാണോ? അതോ? അല്ല, പിന്നെ സമ്മിശ്ര ജാതി. അതെന്തോ ജാതിയാ? യോ, ഇടകലർന്നത് മിശ്രിതമാണ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലാണോ? അതുമല്ല. മിസ്രൈമിലാണോ? അതായി സമ്മിശ്ര ജാതി. നല്ല ബന്ധുക്കോസാണോ? അതുമല്ല. എന്നാ സമുദായമാണോ? അതായി സമ്മിശ്ര ജാതി. ഒന്നുകൂടെ പറഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. എന്നാൽ വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനൊക്കുന്നുണ്ടോ? അതുമില്ല. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച്. നമ്മളിറങ്ങിയിട്ട് 5, 4, 8, 10, 20, 30, 40 കൊല്ലമായി പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? സത്യം പറ. എന്നോട് സത്യം പറയാം. ഞാനും സത്യം പറയാം. 2, 4, 5, 8, 10 ചിലപ്പോൾ ജനിച്ചതേ ഇതിനകത്താ. നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഉണ്ടെന്നില്ല. അതെ, നന്നായിട്ടൊരു പാപം ചെയ്യാനൊത്തോ? ഒത്തോ? അത് ഒത്തില്ല. ചൊവ്വനത് ജീവിക്കാനും ഇത് വരത്തില്ല. വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനും. നമ്മൾ കിടന്ന് ഞരങ്ങില്ലേ? പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നത്. അത് വേറെ വിഷയമാ. നമ്മൾ ഇത് രണ്ടിനാലും ഞരങ്ങുക. ചൊവ്വനത് ജീവിക്കാനും ഒത്തില്ല, വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനും ഒത്തില്ല. ഒരു സിനിമ തന്നെ കണ്ടാൽ നമ്മളിങ്ങനല്ലേ കാണുന്നത്? വാതിൽ മൊത്തം അടച്ച്, ജനലിൽ മൊത്തം അടച്ച്, വെന്റിലേഷൻ തെർമോക്കോളും വെച്ച് ഒട്ടിച്ച് ചോളിയും കുറച്ച് ഭാരപ്പെടുകല്ലേ? നീ ഇങ്ങനെ ശ്വാസം മുട്ടി കാണുന്നു? അന്തസ്സായിട്ട് തിയേറ്ററിൽ പോയി ബാൽക്കണി ടിക്കറ്റ് എടുത്ത് കാലും വെച്ചെടുത്ത് കാണാൻ അന്തസ്സുണ്ടല്ലോ. ഒരു സിഗരറ്റ് തന്നെ വലിച്ചാൽ വല്ലവരും വലിച്ചെന്റെ ബാക്കി കുറ്റിയാണോ വലിക്കുന്നത്? പിട്ടി. അന്തസ്സായിട്ട് 5-6 പാക്കറ്റ് പഠിച്ച് പോക്കറ്റിട്ട് കുമ്മുക്കുമാന്ന് വലിച്ച് മൂക്കിവിടെ വായിക്കൂടെ പോകാൻ പറ്റണം. അത് അന്തസ്സുണ്ട്. നിങ്ങളുടെ കാശ് കൊടുത്ത് സിഗരറ്റ് വലിച്ചാൽ ഞാൻ എന്നാ വന്ന് വൃത്തിക്കെടുത്തു പോകും. കുടിക്കാൻ പോയാലും പുറകിലത്തെ വാതിൽ കൂടെ പമ്മി തലേ തുണിയിട്ട് പോയി പമ്മിയിരുന്ന് കുടിച്ചാൽ അന്തസ്സായിട്ട് 5-6 ഉപ്പ് മേടിച്ച് മിറ്റത്ത് ഡെസ്ക് മറ്റു വിട്ട് തൊടാനും എടുത്ത് വെച്ച് ഊറ്റി കുടിക്കുക. അതിന് അന്തസ്സുണ്ടല്ലോ. ആ ജീവിക്കുകയാണെ നന്നായിട്ട് ജീവിക്കണം. സ്തോത്രം. ജീവിക്കാൻ ഇറങ്ങിക്ക് നന്നായിട്ട് ജീവിച്ചോ. ചുമനെ ജീവിക്കാനും ഒക്കത്തില്ല, വൃത്തിയായിട്ട് പാപം ചെയ്യാനും. രണ്ടിനാ പണ്ട് മോശമത്സരമാണെന്ന് പാടിയില്ലയോ? രണ്ടിനാഞ്ഞാരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു, രണ്ടിനാൽ ഞാരങ്ങി
ആനും വാഞ്ചിച്ചിടുന്നു. നമ്മൾ കിടന്ന് ഞരങ്ങല്ലേ. അപ്പൊ ഈ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ ഇസ്രയേലാണോ അതുമല്ല മിസ്രൈമിലാണോ? ചേട്ടൻ ചോദിക്കാം, ചായം പെന്തിക്കോസിലാണോ? അങ്ങനൊന്നും ഇല്ല. അമ്മാമ്മ പെന്തിക്കോസിലാണോ? അങ്ങനൊന്നും ഇല്ല. ആദ്യം നമ്മുടെ വിളച്ചിൽ കളയണം. നല്ല നെഞ്ചും വിരിച്ച് പറയണം പെന്തിക്കോസാണ്. സന്തോഷമുണ്ട്. ഞാൻ പെന്തിക്കോസിലായതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. 13 വയസ്സ് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട്, 14 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ട്, 15 വയസ്സ് ബൈബിൾ സ്കൂളിൽ പോയി, 16 വയസ്സ് 17 വയസ്സ് കഴിഞ്ഞപ്പോൾ സഭാചാർജ് കയറി. ഇപ്പോൾ കുറച്ച് വർഷമായി. എനിക്ക് ഇപ്പോഴും സങ്കടമാണ്, നേരത്തെ രക്ഷിക്കപ്പെടാൻ ഒത്തിരില്ലോ എന്ന്. ഞാൻ പെന്തിക്കോസ് വന്നത് എൻ്റെ ഭാഗ്യമാണ്. യേശുവിനെ അറിഞ്ഞ എൻ്റെ ഭാഗ്യമാണ്. പെന്തിക്കോസി വന്നത് കൊണ്ട് എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. അനുഗ്രഹവും നന്മയുമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പെന്തിക്കോസുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പെന്തിക്കോസുകാരനാണെന്ന് പറയുന്നത് ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. സ്തോത്രം. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്റെ കാര്യം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ക്രമം കെട്ടവരും വഴിവിട്ടവരും കൊഴിഞ്ഞു പോയ കേസുകൾ ഒത്തിരി ഉണ്ട്. എനിക്കത് വിഷയമല്ല. കാരണം അവരും ദൈവവും കൂടെ തീർക്കും. ഞാൻ കൃപയിൽ വന്നത് എന്റെ ഭാഗ്യമാണ്. യേശുവിനെ അറിഞ്ഞ എന്റെ ഭാഗ്യമാണ്. ആരും എന്ത് രാത്രി നിരാശപ്പെട്ടു പോകരുത്. അയ്യോ വന്നത് അബദ്ധമായല്ലോ, അവൻ അക്കടി പറ്റിപ്പോകരുത് ആരും ചിന്തിക്കരുത്. നീ വന്ന നിന്റെ ഭാഗ്യമാണ്. അപ്പൊ ഈ സമ്മിശ്ര ജ്ഞാനം മുഴുവൻ ദുരാഗ്രഹികളായി. അപ്പൊ ഇവര് ഈ അകത്ത് മിശ്രയും ഉള്ളത് കൊണ്ടാണ് അമ്പരാൻ ആവർത്തന 8 കീഴിൽ പറഞ്ഞു, അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുവന്നത്. അടുത്ത വാക്യം. അത് താഴ്വരയിൽ നിന്ന് മലയിൽ നിന്ന് പുറപ്പെടുന്ന നീരെടുക്കളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും മത്തിയും മാതളവും ഒലിവൃക്ഷവും തീരുമുള്ള ദേശം, സൂക്ഷ്മമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലിരുമ്പായിരിക്കുന്നു മലയിൽ താമര വിട്ടിരിക്കുന്നതാണ് ദേശം. നീ ഭക്ഷിച്ചു തൃപ്തമായി പോകുന്ന ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് നീ അവന് അങ്ങനെ ചെയ്യും. അവൻ നല്ല ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ആരും എന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്. ഫലവത്തായ ഏറ്റവും നല്ല സ്ഥലത്തായി എന്നെ നിന്നെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ആണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ പ്രിയതമന് ബന്ധുത്തോട് പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അവന് നിന്നെ കല്ല് പെറുക്കി, അവൻ വേല് കെട്ടി, ചാക്കിട്ടു, ഗോപുരം നാട്ടി, അവന് സ്വന്തം മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. ഞാൻ മിസ്രയീം എന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കി ഞാൻ ഇതിനെ തടവെടുത്തു, വേരൊന്നി പടർന്ന് പന്തലിച്ചെന്നാ. ഇന്ന് രാത്രി എന്നെയും നിന്നെ കൊണ്ട് നട്ടിരിക്കുന്നത് ഫലവത്തായ സ്ഥലത്താണ്. തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. അപമാനങ്ങൾ വന്നെന്ന് വരാം, നിന്ദകൾ വന്നെന്ന് വരാം, ആക്ഷേപം വന്നെന്ന് വരാം, പരിഹാസ ശരങ്ങൾ എഴുതി വിട്ടെന്ന് വരാം. ഇതൊന്നും കണ്ടു കേട്ട് ക്ഷീണിക്കരുത്. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ നായകനെ പോർത്തി വരുന്നത് യേശുക്രിസ്തുവിനെ നോക്കി നിന്റെ ഓട്ട സ്ഥിരതയോടെ ഓടിക്കോണം. സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടാം. ബിരുദം പ്രാപിക്കുന്നത് ഏകം മാത്രമാ. നാം ബിരുദം പ്രാപിക്കാൻ ഓടിക്കോണം. ആരും നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും എന്ന് പറഞ്ഞ വെള്ളത്തിന് പഞ്ഞമില്ലാത്ത സ്ഥലമാണ്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. വെള്ളത്തിന് പഞ്ഞമില്ല, ഇഷ്ടംപോലെ വെള്ളമാണ്. മേലുറവയും കീഴുറവയും. അത് താഴെ നിന്ന് മേലിൽ നിന്നും അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കനാൻ നാടിന്റെ പ്രത്യേകത ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളത്തിന് പഞ്ഞമൊന്നുമില്ല. ആത്മീയമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ കൃപയിൽ വന്നു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് പഞ്ഞമില്ല. യഥേഷ്ടം ആരാധിക്കാം. ഇത് ആത്മാവിന്റെ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. പള്ളിയിലൊക്കെ പണ്ട് പോകുന്ന സമയത്ത് അച്ഛൻ കുർബാന നടത്തുമ്പോൾ പുറകിലെങ്ങാണ്ട് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഓടിക്കും നിന്നെ. കുർബാനയുടെ സമയത്ത് ഗ്ലോറി എന്ന് പറഞ്ഞൊരു കുടത്തിലൊക്കെ കുടഞ്ഞാൽ തല്ലി പിടിപ്പിക്കുമായിരുന്നു. ഇവിടെ പരിപാടിയൊന്നും നടക്കുകയില്ല. പെന്തിക്കോസ് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ആത്മാവിലാകുമ്പോൾ നീ മാത്രം ഇങ്ങനെ ആരെ വിടുങ്കണ്ടെന്ന് ഓർത്തിരുന്നാൽ ഞങ്ങൾ പുള്ളി എന്നാ ഇതുവരെ അടങ്ങാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് ഞങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് ഓർത്ത് സ്വോത്രം ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. നടക്കുന്ന പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. വെള്ളത്തിന് പഞ്ഞമില്ലെന്ന്. ഇഷ്ടംപോലെ വെള്ളമാണ് കേട്ടോ. ഈ ബ്രദറുകാരി പറയുന്ന നിന്ന് പോയെന്ന് അവര് പറയുന്നത്. അവർക്ക് നിന്നായിരിക്കും, നമുക്ക് നിന്നിട്ടില്ല. ഒരു പറയുന്നത് നിന്ന് പോയെന്ന്. പ്രവൃത്തി 2 വായിക്കുന്ന സംസാരിച്ച് തുടങ്ങിയെന്ന. നിന്നെന്ന് ഒറ്റ വാക്യം പോലും. പണ്ടൊരു വേർപാടിലെ മൂപ്പരുണ്ടായിരുന്നു, വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ എന്നെ ഞാൻ എല്ലാവരുമായിട്ട് സഹകരിക്കുമേ, ഉപദേശത്തിനായി ഒന്നും വരുത്തുകയല്ല, എല്ലാവരോട്ട് സഹകരിക്കും. അപ്പോൾ ഒരു ബ്രദർകാരൻ അച്ചായനെ ഇവിടെ ചെങ്ങന്നൂർ ചെന്നാട്ട് ജോർജാന്റെ വീട്ടിലാണ്, ബിനോയ്ക്കറിയാം. ജോർജാന്റെ വീട്ടിൽ ഒരു യോഗം നടത്തി.
അപ്പം എന്നെയും വിളിച്ചു. ജോർജാൻ്റെ ഭാര്യ വെട്ടിയാറ് ഉപയോഗിച്ചെൻ്റെ പെങ്ങൾ അന്നമാണ്. അപ്പം യോഗം നടത്തി ഞാനും ചെന്നു. നേരത്തെ എന്നിങ്ങനെ പമ്മി ഇരിക്കുക. ഞാൻ പണ്ട് ഇടയപ്പെട്ട അരയന്നം പോലെ ഞാനിങ്ങനെ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വന്നു, പുറത്തുള്ള മൂപ്പന്മാരെല്ലാം വന്നു. ഒരു അപ്പച്ചൻ പഴയൊരു മൂപ്പനാ. ഇപ്പോൾ ഞാൻ നോക്കാൻ ആദ്യത്തെ മുള്ളയാളാണ്. നല്ല നേരിയതുമൊക്കെ അങ്ങോട്ട് ഇട്ട് കയറി ഇങ്ങോട്ടൊരു വെള്ളി കെട്ടിയൊരു വടിയൊക്കെ പിടിച്ച് കുത്തി ഇങ്ങോട്ട് വരിക. കണ്ടാ ചാടി ഇടുന്നേക്ക്. അത്ര ഒരു അപ്പച്ചൻ നല്ല കട്ട ഒരു 6.5 അടി പൊക്കം കാണും. അപ്പച്ചൻ ഇങ്ങോട്ട് കയറി വടികെട്ടത്തിൽ 2 കുത്തുമൊക്കെ കുത്തി കയറി വന്നപ്പോൾ ഇരുന്ന മുഴുവൻ ആൾക്കാരുടെ തന്നെ ഞാൻ ആദ്യം എഴുന്നേറ്റു. അല്ലേ കണ്ടാൽ എഴുന്നേക്കും. ചാടി എഴുന്നേറ്റു. അപ്പം ഇങ്ങനെ എല്ലാവരും നോക്കി എല്ലാവരും ഇരുന്നു. അപ്പം ജോർജാനോട് ചോദിച്ചു, ഏതാ ഈ സഹോദരൻ? ജോർജാൻ പറഞ്ഞൊരു സുവിശേഷ വേലക്കാരനാ. ഈ ബ്രദറിലാണോ? ബ്രദറിലാണോ? ഇത് കോസില്ല. പുള്ളി എന്നെ ഒതുക്കി. എന്നോട് ചോദിച്ചു, ഈ പണ്ടൊക്കെ അന്യഭാഷ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ, എന്നെ അന്നല്ലോ എഴുതിയേക്കുന്നത്. ഇപ്പം എന്നെ ആർക്കും മനസ്സിലാകാത്ത കുഴഞ്ഞു. എനിക്ക് വല്ലതും പറയാനറിയാം. വിശ്വാസം വന്നിട്ട് പോലും അധികം ആയില്ല. ഇപ്പോഴും എനിക്കൊന്നും അറിയത്തില്ല. അന്ന് ഇത്തോടും അറിയില്ല. പണ്ടൊക്കെ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലാകും, ഇപ്പോഴെന്താ മനസ്സിലാകാത്ത? അപ്പം ഇവരെല്ലാം ഇരിക്കുക, എന്നോട് ചോദിക്കുക. ഞാനങ്ങ് വായിക്കാം, പ്രാളമായി പോയി. എന്തോ മറുപടി പറയാൻ. ഇവരൊക്കെ വലിയ അതിവായകന്മാർ, പ്രഗത്ഭന്മാർ. ഞാനങ്ങ് ഭാരപ്പെട്ടു. ഈ അപ്പച്ചനോട് എന്തോ പറയും. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ പള്ളിയിലൊക്കെ കൊണ്ട് വിസ്തരിക്കുക, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പ് നിർത്തുമ്പോൾ വെപ്രാണപ്പെടുകയൊന്നും വേണ്ട, തക്ക സമയത്ത് തെരുവൽ വാക്യം കിടക്കുന്നതുകൊണ്ട് ഞാൻ ആ വാക്യത്തിലൊന്ന് സ്വോത്രം ചെയ്തു. അപ്പം അപ്പച്ചൻ ഇങ്ങനെ പിന്നെയും ചോദിക്കാം, എന്നാ ഇപ്പം മനസ്സിലാകാത്ത അന്യഭാഷ? ഞാൻ എന്തും മരട്ടം കൊടുത്ത് പറഞ്ഞു, അപ്പച്ചൻ കയറി വന്നിരുന്നപ്പം നല്ല വിവരമുള്ളയാളാണെന്നാണ് മനസ്സിലായത്. ഇപ്പം മനസ്സിലായി വിവരമില്ലെന്ന്. കാരണം അതിൻ്റെ പേര് തന്നെ അന്യഭാഷ എന്നാ. പിന്നെ എങ്ങനെ മനസ്സിലാകുന്നത്? നമ്മുടെ ഭാഷയല്ലല്ലോ, പേര് തന്നെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ അല്ല. പിന്നെ എങ്ങനെ പിടികിട്ടുന്നത്? പിന്നെ അപ്പച്ചൻ പറഞ്ഞു, പ്രാർത്ഥിച്ച യോഗം ആരംഭിക്കാം. ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഈ പറഞ്ഞതിന്റെ സാരം അവര് പറയുന്നത് നിന്ന് പോയെന്ന. എന്നാൽ പ്രവൃത്തി 2-ന്റെ താഴോട്ട് പഠിക്കുമ്പോൾ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി, നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, അവൻ ആത്മാവുള്ളിടത്ത് ആത്മാവിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ബ്രദറുകാര് പറഞ്ഞ നിന്ന് പോയെന്ന അവർക്ക് നിന്നിട്ടുണ്ടോ? നമുക്ക് നിന്നിട്ടില്ല. നമ്മൾ സക്കറിയ സാറാന്ന് തോന്നുന്നു പണ്ട് പുതുപ്പള്ളി പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവന് സ്വന്തം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നും ഇല്ലെന്ന്. അപ്പൊ പരിശുദ്ധാത്മ പറഞ്ഞു, അറിയാച്ചത് പ്രായമായതിന്റെ സൂക്കേടാ, അവന് ഒരു നദി ഉണ്ടെന്ന്. പുതുപ്പള്ളി കറിയാച്ചൻ പറഞ്ഞ് നിന്ന് പോയത്. അപ്പൊ പരിശുദ്ധാത്മ പറഞ്ഞ കറിയാച്ചനും ആയത്തിന്റെ എന്തോ കുഴപ്പമുണ്ട്. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അനുകുലുങ്ങി പോകത്തില്ല. അവര് നിന്നെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ പറയാ, ഒരു നദിയുണ്ട്, ആത്മാവിന്റെ നദിയാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി നിന്റെ മൺകൂടാരങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ആശിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതല് എത്രയധികം പരിശുദ്ധാത്മാവിനെ തരുമെന്ന് വാഴ്ത്തുന്ന വചനമാകിയാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുക. ഇതുവരെ ആത്മാഭിഷേകം പ്രാപിക്കാത്ത, ഇതുവരെ ആത്മനിറവിനെ പ്രാപിക്കാത്ത, ഇതുവരെ അന്യഭാഷകളെ ആരാധിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ജാഗരിച്ച് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി മൺകൂടാരത്തിൽ അവന്റെ അത്യന്ത ശക്തി ഭയങ്കരമാണ്. സ്തോത്രം സ്തോത്രം. ഒരു നദിയൊന്നതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കും. ദൈവസഭയെ സന്തോഷിപ്പിക്കുന്ന നദി ആത്മാവിന്റെ നദി. അവചാണമുള്ള വെളിമാണോ എന്റെ സ്നേഹിതന അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പിള്ളാച്ചനും എന്തോ പ്രയാസമുണ്ട്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കും. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അപ്പൊ താഴ്വരയെന്നും മലയെന്നും പുറപ്പെടുന്ന നീരെടുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം. അടുത്ത വാക്യം, ഗോതമ്പ് യവവും മുന്തിരിവള്ളിയും. ഗോതമ്പ് യവവും മുന്തിരിവള്ളിയും. ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും എന്ന് പറഞ്ഞാൽ ഫലമൂലാദികളാൽ നിപുണീകൃതമായ നല്ല സ്ഥലമാണ് കനാൻ ദേശം. വെള്ളത്തിനും പഞ്ഞമില്ല, ഭക്ഷണത്തിനും പഞ്ഞമില്ല. പിന്നെ എന്നാ കുഴപ്പം? ഇഷ്ടംപോലെ വെള്ളം, ഇഷ്ടംപോലെ ഭക്ഷണം. ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മാതളമുണ്ട്, ഒലിവുണ്ട്, തേനുണ്ട്. അപ്പോൾ ഫലമൂലാദികളാൽ വിപുലീകൃതമായ നല്ല സ്ഥലമാണ് കനാൻ ദേശം. ഈ ഗോതമ്പും അത്തിയും മുന്തിരി യവവും ഒക്കെ കഴിക്കേണ്ടത് പോലെ കഴിച്ചാൽ വിടുതല.
ഗോതമ്പ് വെറുതെ തിന്നത്, ഗോതമ്പിന്റെ കാമ്പ്, ദ്രാക്ഷാരസത്തിന്റെ വീഞ്ഞും ഗോതമ്പിന്റെ കാമ്പും മട്ടൂറിയ വീഞ്ഞും അത് കടിക്കേണ്ടത് പോലെ കടിച്ചോണം, കുട്ടിക്കേണ്ടത് പോലെ കുട്ടിച്ചോണം. അത്തി എന്നുള്ളത് രോഗശാന്തിയെ കാണിക്കുന്നതാ. കൃപയിൽ വന്ന രോഗശാന്തി ഉണ്ടെന്നായി പറഞ്ഞത്. അത് അത്തിപ്പഴക്കണ്ട കൊണ്ട് ഇസക്കിന്റെ പരിവിന്മയപ്പെടുത്തിയപ്പോൾ അവന് രോഗശാന്തി ഉണ്ടായി. കൃപയിൽ വന്നാൽ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുണ്ട്. യേശു സൗഖ്യത്തിന്റെ ഉറവിടമാണ്. അവൻ തൊട്ടവരും വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിനും വിടുതലാ. കൃപയിൽ വന്നാൽ രോഗശാന്തി ഉണ്ട്. ഏത് മാരക രോഗമാണെങ്കിലും ഏത് ആമിനത് തീരാ വ്യാധികളാണെങ്കിലും സൗഖ്യമാക്കുവാൻ കഴിവുള്ള യേശുവിന്റെ സാന്നിധ്യം അവൻ കൃപയിൽ വന്നാലുണ്ട്. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാ. ലോകവൈദ്യന്മാർ കൈവിട്ട കേസുകൾ പ്രാർത്ഥിച്ച് സൗഖ്യമായ ചരിത്രങ്ങൾ ധാരാളമാണ്. ഇപ്പോഴും അവന്റെ കാര്യം മുറുകിപ്പോയിട്ടില്ല. ഇന്നലെ രാത്രിയും അവൻ സൗഖ്യത്തിന്റെ ഉറവിടമാണ്. കൃപയിൽ വന്നാൽ സൗഖ്യമുണ്ട്. ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരി കൊണ്ട്, അത്തി കൊണ്ട്, മാതളമുണ്ട്, ഉലുമുണ്ട്, തേനുണ്ട്. വ്യാഖ്യാനിക്കാൻ സമയമില്ല. അപ്പൊ എല്ലാം കൊണ്ട് നല്ല സ്ഥലമാണ് കനാൻ ദേശം. അടുത്ത വാക്യം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നത്. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നത് ഒന്നിനും സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാം. അല്പമേ ഉണ്ടെങ്കിൽ സന്തോഷവും സമാധാനം ഉണ്ട്, ഭയങ്കര ആനന്ദമാണ്. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാം. ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ തലത്തിനൊത്തവണ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. സ്തോത്രം. ഒന്നിനും കുറവില്ല. അവൻ നിന്നെ സകല കുറവുകളും നികത്തി ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് നടത്തും. നേർനിരത്തൂടെ അവൻ നിന്നെ നടത്തുന്ന ദൈവമാണ്. ഈ മഹാമരുഭൂമിയിൽ മുള്ളും പഴക്കാരയും തീളുമുള്ള മരുഭൂമിയിൽ അവൻ അത്ഭുതകരമായി നമ്മെ നടത്തുന്ന ദൈവമാണ്. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവും. ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. അടുത്തത്, കല്ലൊന്നുമില്ല. നോക്കുമ്പോ മുഴുവൻ ഇരുമ്പ. കല്ലിരുമ്പായിരിക്കും. മലയുന്ന താമര വെട്ടിയെടുക്കുന്നതുമായ നാടൻ ഭാഷയെ പറഞ്ഞാൽ മേലാദായവും കീഴാദായവും ഉള്ള സ്ഥലമാണ്. നല്ല സ്ഥലമാകാനാണ് ദേശം. അടുത്തത്, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് സ്തോത്രം ചെയ്യണം. അത് നിർബന്ധ കാര്യമാണ്. സ്തോത്രം ചെയ്യണം. നന്നായിട്ട് സ്തോത്രം ചെയ്യണം. തന്ന എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. ഈ കൃപയിൽ വന്നതിനായി സ്തോത്രം ചെയ്യണം. നീ രക്ഷിക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യണം. സ്നാനപ്പെട്ടതിനായി സ്തോത്രം ചെയ്യണം. യേശുവിനെ അറിഞ്ഞതിനായി സ്തോത്രം ചെയ്യണം. നീ ബന്ധുക്കൂസുകാരെ കൂട്ടായ്മ വന്നതിനായി സ്തോത്രം ചെയ്യണം. നിനക്ക് ലഭിച്ച ദാനങ്ങൾക്കെല്ലാം സ്തോത്രം ചെയ്യണം. തന്നെ ആരോഗ്യത്തിനും ആയുസിനും എല്ലാം സ്തോത്രം ചെയ്തോണം. മക്കളെ ഉണ്ടെങ്കിൽ സ്തോത്രം, കൊച്ചുമക്കളുണ്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്തോണം. എല്ലാത്തിനും ഒന്ന് സ്തോത്രം ചെയ്യണം. നല്ല വീടുണ്ടെ സ്തോത്രം ചെയ്യണം. ഞാൻ പറയാറുണ്ട്, ബന്ധുക്കൂസുകാർക്കൊക്കെ നല്ല വീടും ചുറ്റുപാടും കൊടുത്ത് അതിനകത്ത് സ്തോത്ര പ്രാർത്ഥന നടത്താനാ. നാട്ടിലൊക്കെ വലിയ വീട് പണിതിട്ട് ആരുമില്ല. ഒരു പ്രായമുള്ള വല്യപ്പനും വല്യമ്മയും 2 പട്ടിയും കാണും. വീട്ടിലൊന്നും ആരുമില്ല. 2-3 നിലയായിട്ട് ഇങ്ങനെ പണിതിട്ടിരിക്കുക. മാർബിൾ കെട്ടിടങ്ങൾ, ഗ്രാനൈറ്റും സ്റ്റോട്ട് മാർബിളൊക്കെ ഇട്ട് എരികോമതിന് പോലെ മതിലുമൊക്കെ കെട്ടി വലിയ ഗേറ്റും ഒക്കെ ഇട്ട് ആമത്താഴും ഒക്കെ ഇട്ട് കൂട്ടി ഒരു പട്ടി, ഒരപ്പനും ഒരമ്മയും. പട്ടിക്ക് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് പട്ടിയെ കുളിപ്പിച്ച് പട്ടിക്ക് പ്രത്യേക സോപ്പ്. സ്തോത്രം. മിക്കവാറും പട്ടി കടിച്ചാകാനാ സാധ്യത. എന്നോട്ടിരിക്കും ഒരാൾ വെച്ച്, എന്നാ ഞങ്ങളുടെ വീട്ടിൽ കേട്ട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ വരുമ്പോൾ ആദ്യം പട്ടിയാ വരുന്നത്, നീ അല്ലല്ലോ വരുന്നത്. ഞാൻ ഗേറ്റേ വരുമ്പോ പട്ടി എന്നെ നോക്കി ആത്മാവിലാകാതിരുന്നു. ഞാൻ പിന്നെ മനോഹരനെ എടുത്ത് വെളിയിൽ നിൽക്കുക. അപ്പൊ അവരുടെ വീട്ടിൽ കയറിയാവുന്നില്ല, പട്ടിയോ പൂച്ചയൊന്നുമില്ല. സ്വത്രം പറഞ്ഞ് ചറ്റപ്പുരയാണെന്നില്ല ഇത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. പേടിക്കാതെ പ്രാർത്ഥിക്കാമല്ലോ. പണ്ടൊരു വീട്ടിൽ എന്നെ യോഗത്തിന് വിളിച്ച് ഞാൻ നേരത്തെ ചെന്നു. അനുഭവം മതിവല്ല, അത് നേരത്തെ ചെന്നു. ഞാൻ ഗേറ്റെല്ലാം കൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ആണോ യോഗം. ഞാൻ ആ ഗേറ്റ് അവിടെ ഇടിച്ചു. ശബ്ദം കേട്ടുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അവിടെ നിന്നോണം എന്നോട് പറയാ. ഞാനവിടെ നിൽക്കുക. എന്നെ പുള്ളി താക്കും ആദ്യം വന്ന്. അപ്പൊ പട്ടി 2 ഇങ്ങനെ ഓടി നടക്കുക. അതിനെ പിടിച്ച് എന്റെ പേര് വിളിച്ചു, ഇനി വരാൻ പറഞ്ഞു. അപ്പൊ ഈ ഗ്രില്ല് തുറന്നു വെച്ച് പട്ടിയെ അകത്തോട്ട് ഗ്രില്ല് അങ്ങ് പൂട്ടി വെച്ച് തിരിച്ചു വന്ന് ഗേറ്റ് തുറന്നു. എന്നോട് പറഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ പേടിച്ച് പരിഭ്രമിച്ചാൽ ചെല്ലുന്നത്. പേടിച്ച് ഗ്രില്ലിന്റെ താഴെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. പുള്ളി പയ്യെ ഗ്രില്ല് തുറന്നു വെച്ച് ഇങ്ങനെ കയറി വെച്ച് ഗ്രില്ല് അങ്ങ് പൂട്ടി വെച്ച്. അപ്പൊ പട്ടി അകത്ത് നിൽക്കുക, ഞാൻ വെളിയിൽ നിൽക്കുക. ഡോർ തുറന്നു വെച്ച് പട്ടിയെ അകത്തോട്ട് കയറ്റിച്ച് ഡോർ ഇങ്ങോട്ട് അടച്ചു വെച്ച് പയ്യെ വന്ന് ഗ്രില്ല് തുറന്ന് കയറാൻ പറഞ്ഞു. എന്നാൽ ഞാൻ കയറി. ഇവിടെ നിന്നോണം. എന്നാൽ പുള്ളി ഡോർ പിന്നെ തുറന്ന് പയ്യെ അകത്ത് കയറി ഡോർ. അപ്പം ഞാൻ വെളിയിൽ നിൽക്കുക, അടച്ചു വെച്ച് പട്ടിയെ കയറ്റി ഏതൊരു മുറിക്കകത്തങ്ങ് കയറ്റിച്ച് ആ മുറി അടച്ചു വെച്ച് തിരിച്ച് വന്ന് ഡോർ തുറന്ന് വരാൻ പറഞ്ഞു. കയറി. ഞാൻ ആ സെറ്റ് വെച്ച് ഇങ്ങനെ പേടിച്ചിരിക്കുക. ഇതെവിടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. മനോവേദന എടുത്തു. എനിക്കൊന്ന് വെപ്രാളമായി. ഭയങ്കരം 2 പെട്ടി ഇതെവിടെയോ ഇരിപ്പുണ്ട്. മുറിക്കകത്ത് എവിടെയോ ഉണ്ട്. എന്റെ വേദന മുഴുവൻ കണ്ണടച്ചങ്ങാനും പ്രാർത്ഥിക്കുന്നത് ഇയാൾ വന്ന് വന്നേ പിടിച്ചാൽ എന്റെ പാട്ടില്ല. അന്നത്തെ ആ പ്രാർത്ഥന സുഖമായില്ല. ഞാൻ വെപ്രാളം കയറിയാ പ്രാർത്ഥിച്ചത്. എങ്ങനെയും ഇത് ഒപ്പിച്ചങ്ങ് പോണമെന്ന് ഓർത്തിരിക്കുക. 2 എണ്ണം അകത്ത് ഏതോ മുറിക്കകത്ത് 2 എണ്ണം ഉണ്ട്. എനിക്കൊന്ന് ആദ്യമായി. ഞാനൊരു മനുഷ്യനല്ലേ. പ്രാർത്ഥന ശരിയായി. പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നാൽ മനോവേദന എടുക്കാതെ പ്രാർത്ഥിക്കാമല്ലോ.
സ്തോത്രം. അധ്യാപളത്താനൊന്നുമല്ല വീട് ദൈവം തന്നിരിക്കുന്നത്. അകത്ത് നീ സ്തോത്രം ചെയ്യണം. നിനക്ക് തന്ന ഉപകാരങ്ങൾക്കെല്ലാം സ്തോത്രം ചെയ്യണം. നിന്റെ വീട്ടിൽ ദൈവം ദൂതനെ ഇറക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്റെ കൽപ്പന നിന്റെ കാല് കല്ല് തട്ടി പോകാതിരിക്കാൻ ദൂതൻ നിന്റെ കൈകളിൽ വഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ലഭിച്ച നന്മകൾക്കെല്ലാം നീ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീ എല്ലാത്തിനും സ്തോത്രം ചെയ്തു, നന്നായിട്ട് സ്തോത്രം ചെയ്യണം. അപ്പൊ ചുരുക്കി പോട്ടെ, എല്ലാം കൊണ്ട് നല്ല സ്ഥലമാണ് കനാൻ ദേശം. ഈ സ്ഥലമാണ് ദൈവജനത്തിന് ദൈവം കൊടുത്തത്. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാണ് കാദേശം. ഈ ആവർത്തനം 2:13-14 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ആവർത്തനം 2:13-14. ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറയുന്ന പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കാൻ വരെയുള്ള കാലം 38 സംവത്സരമെന്ന്. അതിനിടയിൽ പ്രളയത്തുനിന്ന് മുടി പോയി. ശ്രദ്ധിച്ചേ, ഈ കാദേശ് പറഞ്ഞതിന്റെ പുറപ്പെട്ടത് മുതൽ സേരത്തോട്ട് കടക്കാൻ വരെയുള്ള കാലം എത്രയാ? 38 സംവത്സരം. ശ്രദ്ധിക്കുക, ഈ കാദേശിൽ നിന്ന് സേരയിൽ കടക്കാൻ ശരിയായ റൂട്ട് പഠിച്ചാൽ 11 ദിവസത്തെ വഴി മതി. 11 ദിവസം കൊണ്ട് നടന്നു തീരേണ്ട വഴിയാണ് കാദേശിന് സേരേത് വരെ. ഈ 11 ദിവസം കൊണ്ട് നടന്നു തീരേണ്ട വഴി എത്ര നാളെടുത്തു? 38 കൊല്ലം. നാടൻ ഭാഷ പറഞ്ഞാൽ 38 കൊല്ലം കടന്ന് കറങ്ങി. ഈ ചിലർ പറയത്തില്ലേ, പാസ്റ്റർ എത്ര കൊല്ലമായി കറക്കം തുടങ്ങിയിട്ട്? 1-2 കൊല്ലമാണോ? കൊല്ലമായി കറക്കം. നമ്മൾ ചോദിക്കും എത്ര കൊല്ലമായ അമ്മാമ? ഒന്നും പറയണ്ട, ഞാൻ ജനിച്ചപ്പം മുതലേ കറക്കമാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അങ്ങനെ പറയത്തില്ല, എൻ്റെ ഭാഷ ജനിച്ചപ്പോഴൊക്കെ നല്ല രീതിയില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ കറങ്ങാൻ തുടങ്ങിയത്. ഒരു കല്യാണം കഴിഞ്ഞന്ന് മുതലാണ് കറക്കം. അല്പം കൂടെ നമ്മുടെ തിരുവനാമൂരിലെ സഹോദരിമാരാ സാമർത്ഥ്യം കൂടും. അവർ പറയും, എൻ്റെ ഭാഷയെ ഇയാളുടെ കൂടെ എന്നുകൂടി അന്ന് മുതൽ കറക്കാൻ തുടങ്ങിയതാണ്. അതിന് നമുക്കൊരു പാര. എന്നാലും വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ടുവരുന്നുണ്ടല്ലോ. കയറിയിരിക്കട്ടെ, സ്റ്റാർട്ടാക്കാൻ പോവാൻ മുറുക്കെ പിടിച്ചോണം. അവിടെ ഒരു വളമുണ്ട്. ഈ ചള്ളപ്പള്ളം പറഞ്ഞാൽ ഉരുട്ടിടാതെ ഇവിടെ കൊണ്ടുവരികയും തിരിച്ചു വീട്ടിൽ കൊണ്ട് എന്ത് മര്യാദക്കായിട്ട് നമ്മളൊരു സ്വതന്ത്രം പറഞ്ഞാൽ നന്നായിട്ട് അവരോട് ഇടപെടും. പല രീതിയിലാണ് കറങ്ങുന്നത്. ജനിച്ചപ്പോൾ മുതൽ കറങ്ങുന്ന പുള്ളിക്കാരുണ്ട്, കല്യാണം കഴിഞ്ഞപ്പോൾ കറങ്ങുന്നവരുണ്ട്, ഇങ്ങനോട് കൂടി അന്ന് മുതൽ കറങ്ങുന്ന പുള്ളിക്കാർ. ചില പിള്ളേര് കുസൃതി കാണിക്കാൻ പറയില്ല, ഇതുണ്ടായ അന്ന് മുതലേ കറക്കാൻ തുടങ്ങിയാണ്. പല രൂപത്തിലാണ് കറങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവര് 38 കൊല്ലം കടന്ന് കറങ്ങി. ഇവരെ കറക്കിയത് ദൈവമാണോ പിശാചാണോ? മടിയറിയാൻ പാടില്ലാതെ കറങ്ങിയതോ തന്നെ കറങ്ങിയതാണോ? ഇവരെ കറങ്ങിയത് പിശാചാണോ ദൈവമാണോ തന്നെ കറങ്ങിയതാണോ? വടിയറിയാൻ പാടില്ലാതെ കറങ്ങിയതാണോ? ആവർത്തനം 8:2. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യം. പുറപ്പാട് 13:17. പുറപ്പാട് 13:17. ഫറവോജനത്തെ വിട്ടുകച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തു നിന്ന് വരികയും പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുഭവിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകുന്ന വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. അടുത്ത പദം, ദൈവം ജനത്തെ ചുറ്റി നടത്തി. അപ്പൊ ചുറ്റിച്ചത് ആരാ? ദൈവം ചുറ്റിച്ചതാ, ഷായൊന്നും ചുറ്റിച്ചതല്ല. ചെല്ലി പറയാണ്ട് അമ്പലക്കെട്ടാണ്, പള്ളിക്കെട്ടാണ്, പൗരോഹിത്യ ബന്ധനം, കൊട്ടക്കകത്ത് വട്ടിക്കകത്ത്. ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അമ്പലക്കെട്ടും പള്ളിക്കെട്ടും പൗരോഹിത്യ ബന്ധനവും കൊട്ടക്കകത്തും മൊട്ടക്കകത്തും വട്ടിക്കകത്തും ചൊല്ലി ചെയ്തതൊന്നുമല്ല. ദൈവം കറക്കിയതാ. പിശാചി കറക്കിയതല്ല, സ്വർഗത്തിൽ ദൈവം കറക്കിയതാ. അല്ല, യഹോവ ഇവരെ ചുറ്റിച്ചെന്ന ദൈവം തമ്പുരാനാണ് ഇവരെ കറക്കിയത്. എന്റെ ചോദ്യം, ഈ ദൈവത്തെ പറ്റി നമ്മൾ പഠിക്കുന്നത് ദൈവ സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ആർദ്രതയുള്ള ദൈവമാണ്, മഹാദയുള്ള ദൈവമാണ്, മനസ്സരിയുള്ള ദൈവമാണ്, ദൈവം നല്ല ദൈവമാണ്. പിന്നെ നമ്മൾ പറയുന്നത് അവൻ ചതഞ്ഞോട് കുടിക്കാത്ത ദൈവമാണ്, പുകയുന്ന തിരികെ കെടുക്കാറ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ദൈവമേ, സ്നേഹവാന ദൈവമേ, ഞങ്ങളെ അനുപാലസനമായി സ്നേഹിക്കുന്ന മഹാദൈവം, മനസ്സരിവുള്ള ദൈവമേ. അങ്ങനെയാണെങ്കിൽ എന്റെ ചിന്ത, ഈ ദയുള്ള, എണ്ണയുള്ള, ആർദ്രതയുള്ള, മഹാദയുള്ള, മനസ്സരിവുള്ള ഈ നല്ല ദൈവം, പൊന്നു ദൈവം എന്തിനാ ഇവരെ കറക്കിയത്? നല്ല ദൈവമല്ലേ, സ്നേഹമുള്ള ദൈവമല്ലേ, എണ്ണയുള്ള ദൈവമല്ലേ, ആർദ്രതയുള്ള ദൈവമല്ലേ, മഹാദയുള്ള ദൈവമല്ലേ, വിശ്വസ്തതയുള്ള ദൈവമല്ലേ, ചതഞ്ഞോടെ ഓടിക്കാത്ത ദൈവമല്ലേ, പൊന്നു ദൈവമല്ലേ, പുകയുന്ന തിരികെ കെടുത്താത്ത ദൈവമല്ലേ. ഈ നല്ല ദൈവം എന്തിനാ ഇവരെ കറക്കിയത്? അങ്ങനെ കറക്കാവോ? ഇനി അങ്ങനെ കറക്കുന്ന ദൈവത്തെ നമുക്ക് വേണോ? ഉള്ള വിശ്വാസം പോയി. ഇവരെ ദൈവം ഇവരെ കറക്കിയതിന്റെ കാര്യം ആവർത്തനത്തിന് 2 വായിച്ച നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരമാരും നടത്തി. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇവരെ കറക്കിയത് എന്തിനാന്ന് ചോദിച്ചാൽ, നാടൻ ഭാഷയെ ഒറ്റവാക്കി പറഞ്ഞാൽ ഇവരുടെ ഉള്ളിരുതി പറയാൻ. അതാ നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിയണം.
ഈ ഹൃദയത്തിനകത്തിരിക്കുന്നതിനാണ് നമുക്കൊന്നും പിടികിട്ടുകയില്ല. ആൾക്കാരെ പുറമേ നോക്കിയാലൊന്നും നമുക്ക് പിടികിട്ടുകയില്ല. അതൊക്കെ കുറെ ചുറ്റുമ്പോഴാണ് അറിയുന്നത്. പണ്ടൊരു മരുമകളെ ചൂണ്ടിക്കൊണ്ട് അമ്മായിയും എന്നോട് പറഞ്ഞു, എന്റെ മാസ്റ്റർ ആ ചെറുക്കന്റെ വലത്ത് ഭാഗത്ത് പമ്മി നിന്നപ്പോ നല്ലതാണെന്നാ വിചാരിച്ചത്, പപ്പടം കാച്ചാൻ പോലും അറിയാൻ മേല. അത് കൂടുതൽ പിന്നല്ലേ അവിയൽ വെക്കുന്നേ. അവന്റെ വലത്ത് ഭാഗത്ത് പമ്മി കൂടുന്നപ്പോ ഞാൻ ഓർത്ത് നല്ലതാണെന്നാ വിചാരിച്ച, പപ്പടം കാച്ച എന്നാള് കാച്ചി കൈകൊള്ളു. ഞാൻ പറഞ്ഞു നീ കാച്ചണം, കൈകൊള്ളു കാരണം പപ്പടം കാച്ചി കാച്ചി ഉള്ള കൈ പോയെങ്കിൽ. നമ്മളീ പുറമേ നോക്കിയാലൊന്നും ആൾക്കാരെ പിടികിട്ടുകയല്ല. ശരി, അമ്മച്ചിമാരെ പിടിക്കല്ല. അയ്യോ അമ്മച്ചിയുടെ ആരാധന ഇരിപ്പം സ്വോത്രവും കണ്ടതിനും കണ്ട നല്ലതാണ്. അയ്യോ അടുക്കണം ഗാർഗിൽ യുദ്ധം പോലെ അടുത്തെങ്കിലേ പിടികിട്ടുള്ളൂ. ഇരിപ്പൊക്കെ കണ്ട ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുള്ളി ആയിരിക്കുന്നത്. പിള്ളേർക്ക് ടോയ് കൊടുക്കലൊക്കെ സ്പ്രിങ് ഉള്ളത് എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. കണ്ണം തുറക്കല, കൈ നിർത്തില്ല, ഇങ്ങനെ ഇരിക്കും. ഇടപെട്ട് കഴിയണം ആളുടെ വനിതറ പറയണമെങ്കിൽ. അപ്പൊ ആൾക്കാരോട് ഈ നാട്ടിൽ പഴമക്കാര് പറയില്ലേ, പൊന്നൊരച്ചു നോക്കണം പെണ്ണിനെ അടുത്തറിയണമെന്ന്. പൊന്നൊരച്ചു നോക്കണം. അപ്പൊ അടുത്ത് ഇടപെട്ടെങ്കിലേ കാര്യം പിടികിട്ടു. 38 കൊല്ലം തമ്പുരാനി വരെ കറക്കാറുള്ളതിന്റെ കാര്യം ഇവരുടെ ഉള്ളിൽ പറയാനാ. നമ്മുടെ ഉള്ളതിനകത്തൊക്കെ ഒത്തിരി കാര്യം ഇരിപ്പുണ്ട്, ഇല്ലേ? ഒന്നുമില്ലേ? ഒത്തിരി കാര്യം ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇത്രോ വലിപ്പം ഉള്ളെങ്കിൽ ഇതിനകത്ത് ഇരിക്കാത്ത സാധനങ്ങള് ഇഷ്ടം പോലെ. അതിലെ കർത്താവ് ശിഷ്യന്മാര് നടന്നു പോയപ്പോ ശിഷ്യന്മാര് കൈ കഴുകി ഭക്ഷണം കഴിച്ചു. പരീക്ഷന്മാര് നോക്കിയിരിക്കുക. അവർ പറഞ്ഞു പൂർവ്വമാരുടെ സമ്പ്രദായം അനുസരിച്ച് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു, അശുദ്ധരാ. അതെങ്ങനെ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു? എങ്ങനെ? കൈ കഴുകുന്ന ചെളി അകത്തോട്ട് പോയി അശുദ്ധരാ. നമ്മുടെ വിശികാരം വരാൻ പറഞ്ഞ മനുഷ്യന്റെ അകത്തോട്ട് പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, പിന്നെയോ അകത്ത് നിന്ന്. നന്നായിട്ട് പറ, നന്നായിട്ട് പറഞ്ഞു. മതിയല്ല ഒക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പറയാ. മനുഷ്യന്റെ അകത്തോട്ട് പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, അകത്തു നിന്ന്. നന്നായിട്ട് പറ, അകത്ത് നിന്ന്. നന്നായിട്ട് പറ. ഒക്കുന്നില്ല. ഒക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഒക്കണം. കൈ കഴുകാനാ ഭക്ഷണം കഴിച്ചത്. ഇവര് പറഞ്ഞു ശിഷ്യന്മാരാ ശുദ്ധരാ, അകത്തോട്ട് അഴുക്കുപോയി. യേശു മിശിഹാ പറയുകയാണ്, മനുഷ്യന്റെ അകത്തോട്ട് പോകുന്നതല്ലേ അവനെ അശുദ്ധനാക്കുന്നത്, അകത്തു നിന്ന്. എന്നിട്ടൊരു പദം യേശു പറഞ്ഞു, ഹൃദയത്തിനകത്ത്. അകത്തു നിന്ന്, ഹൃദയത്തിനകത്ത് നിന്ന്. അകത്ത് ഒത്തിരി കാര്യമുണ്ട്. ആമാശയുണ്ട്, വൻകടലുണ്ട്, ചെറുകലുണ്ട്, പിത്താശയമുണ്ട്. അകത്തിന്ന് പറഞ്ഞാൽ ഇതിൽ വരും. അങ്ങനല്ല, ഹൃദയത്തിനകത്തിന്ന്. മനുഷ്യന്റെ അകത്തിന്ന് പിത്താശയത്തിൽ നിന്ന് വരുന്ന അങ്ങനാണോ? അതിനാ ഹൃദയം എടുത്ത് പറഞ്ഞേ. മനുഷ്യന്റെ അകത്ത് നിന്ന് എടുത്ത് പറഞ്ഞ ഹൃദയത്തിനകത്ത് നിന്ന്. ഇതിനകത്തെ ആ തുച്ഛിന്ത, പക, പടക്കം, കോപം, ജാരശങ്ക, ദുർഭാഷണം, ദുർവർത്തമാനം, ഭിന്നത, അസൂയ, ഇതെല്ലാം പിന്നെ കണ്ണുണ്ടായിരുന്നു. എന്നാ കണ്ണ? അതെന്നാ കണ്ണ? പണ്ട് ഞാൻ എവിടെയോ പഠിച്ചപ്പോ ഒരു മുസ്ലിയാരുടെ പേരാ അലികസം കുഞ്ഞ് പോക്ക് മൂസ മരക്കായ മൂക്ക് കണ്ണ്. പണ്ട് എപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരാളുടെ പേര് അലികസൻ കുഞ്ഞ് പോക്ക് മൂസ മരക്കായ മൂക്ക് കണ്ണ്. അങ്ങനത്തെ കണ്ണാണോ? അപ്പൊ അകത്ത് നിന്ന് ഹൃദയത്തിനകത്ത് നിന്ന് പുറപ്പെടുന്നതാ. ഈ നമ്മുടെ ഉള്ളിലൊക്കെ ഒത്തിരി കാര്യം ഇരിപ്പുണ്ട്. പകയും വിദ്വേഷവും പിണക്കവും പത്രാസും, ഞാൻ വലിയ പുള്ളിയാണെന്നും ഞാൻ വലിയ ആളാണെന്നൊക്കെ നിന്റെ അകത്ത് ഒത്തിരി കാര്യം ഇരിപ്പുണ്ട്. ഉണ്ടെന്ന് ഇരിപ്പ് കാണുമ്പോ അറിയാമല്ലോ. അകത്ത് ഒത്തിരി കാര്യമുണ്ടെന്ന്. ക്രോധമുണ്ട്, കോപമുണ്ട്, ഈർഷ്യമുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്, പിണക്കമുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചാ പ്രവർത്തിച്ചോണ്ട് ദൈവമേ എന്നത് പ്രവർത്തിക്കാൻ. പാമ്പാടി ഒരു യോഗത്തിന് എന്റെ അടുത്തൊരു അച്ചാലേക്ക് അനങ്ങത്തില്ല. കുറച്ച് പ്രവർത്തിച്ചാണ് ഞാൻ ഇങ്ങോട്ട് മാറി. ഇത് അന്തരണം ഇതൊക്കെ മര്യാദയ്ക്ക് ഇരുന്നാ പോരെ. ഞാനറിഞ്ഞു ഇപ്പൊ ഞാനിങ്ങനെ കിടന്ന് അളവുന്നു. എടുത്തിരുന്ന് മൊത്തം പറഞ്ഞ് മായോ പ്രവർത്തിച്ചോണ്ട് ഞാൻ വെട്ടിപ്പോയി. ഞാൻ ആ പാസനോട് പറഞ്ഞു, ഒക്കെ കരുതുന്ന ഞാൻ വന്ന സമയം മുതൽ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ലെന്ന്. കാര്യം പറഞ്ഞ നീ കസർത്ത് കാണിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. അകം ശുദ്ധീകരിക്കപ്പെടണം. ഇന്ന് രാത്രി വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയത്തിനകത്ത് പൊങ്ങി വരുന്ന പൊത്തി വരുന്ന സകലത്തേക്ക് പിടിച്ചടക്കി ജയിക്കണം.
Praise the Lord. 40 വർഷം 38 വർഷം വരെ കറക്കാൻ കാര്യം ഇവിടെ ഉള്ളിലിരിപ്പ് വെളിപ്പെടാനാ. സ്വോത്രം 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 സ്വോത്രം. ഉള്ളത്തിനകത്തിരിക്കുന്ന വെളിപ്പെട്ട് വരണം. ഇന്ന് രാത്രി തന്നെ ഹൃദയത്തിനകത്ത് ചിന്തനങ്ങൾ വിവേചിക്കുന്ന ദൈവമുണ്ട്. ഞാൻ ഓടിച്ചു പറയാം, 38 കൊല്ലം കൊണ്ട് യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് പോയി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ദൈവം തമ്മിൽ ഞാൻ സത്യം ചെയ്തു. ഇവരെ കൊണ്ടങ്ങ് പുറതിമുട്ടിയപ്പോഴാണ് സത്യം ചെയ്തത്. ദൈവത്തിന്റെ സത്യം 95 സങ്കീർത്തനം 10-ാം വാക്യം. എന്താ ദൈവത്തിന്റെ സത്യം? സങ്കീർത്തനം 95-ന്റെ 10. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടാകും, തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നവന്റെ വടികളെ അറിഞ്ഞിട്ട് പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയെ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം. അതാ ദൈവത്തിന്റെ സത്യം. ആവർത്തനത്തിൽ വായിച്ചത് യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അപ്പൊ ദൈവം ചെയ്ത സത്യം എന്നാണ് ആ 95-ന്റെ 10. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നവന്റെ വടികളെ അറിഞ്ഞിട്ടില്ലാത്തതെന്ന് പറഞ്ഞു. ആകയാൽ അവൻ എന്നെ സ്വസ്ഥതയെ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്നെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം സത്യം ചെയ്യാൻ കാര്യം ഇവരെ കൊണ്ട് പുറതി മുട്ടി. വിശ്വാസമൊന്നുമില്ല, വിശ്വാസമൊന്നും പേരെയുള്ള വിശ്വാസമൊന്നുമില്ല. സ്തോത്രം. എന്നെ കൂടെ പ്രതിയാ പറയാം, നമുക്ക് പലർക്കും പേരേ ഉള്ളു, വിശ്വാസമൊന്നും. വിശ്വാസത്തിന്റെ പേരെ പണ്ട് നാട്ടിലെ അപ്പച്ചന്മാരൊക്കെ പറയുന്നത് നെയ്യപ്പം നെയ്ക്കാത്താന്നോ ഉണ്ടാക്കുന്നത്, എണ്ണ പോലും അല്ല, ഓയില. പേരെന്നതാ. ഞാൻ തിരുവനന്തപുരം ഏറിയ പണ്ടൊരു യോഗത്തിൽ ചെന്നപ്പം, നല്ല യോഗമാണ്, കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നടത്തിപ്പുകാരൻ ഉപദേശിച്ച് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ അയച്ചു, അന്വയിക്കപ്പെട്ട് ദൂരം നൽകി, ഉണർവ് ദൈവം അയച്ചു, രോഗി സൗഖ്യമായി എന്നൊക്കെ പുള്ളി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ മഹായോഗം പ്രാർത്ഥിച്ചപ്പോൾ നിർത്താൻ പോവുകയാണ്, തന്റെ ദാസനെ ശക്തീകരിക്കട്ടെ, തന്റെ ജനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. ഇന്നലെ രാത്രിയിലെ മഹായോഗം കർത്താവിന്റെ വലിയൊരു ദാസൻ ആരോഗ്യസ്വാമി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. തിരുവനന്തപുരം സൈഡിലെ പേരല്ലേ, ദേശമണി, ജ്ഞാനമണി, മുത്തുസ്വാമി, ആരോഗ്യസ്വാമി, അങ്ങനെയുള്ള പേരുകളാണ്, നല്ല പേരുകളാണ്. ആരോഗ്യസ്വാമി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അപ്പൊ ഞാൻ പയ്യ നോക്കിയപ്പോ ഒരു കളവിനെ പിടിച്ചോണ്ട് 2 പേര് വരുന്നു. അയാൾ നടക്കാൻ പോലും വേണം. ഞാൻ അടുത്ത അത് ആരോഗ്യസ്വാമിയാണ്. നേരെ നിൽക്കാൻ പറ്റില്ല, 2 പേര് പിടിക്കണം. പേരെന്താ? ആരോഗ്യസ്വാമി. നിൽക്കണ 2 പേര് പിടിക്കണം. പേരെയുള്ള ആരോഗ്യമൊന്നും ഇല്ല. വിശ്വാസി എന്നൊക്കെ നമുക്ക് പേരുള്ളൂ, വിശ്വാസമൊന്നും ഇല്ല. ഇന്ന് രാത്രി ഈ ശിഷ്യന്മാരെ പറഞ്ഞില്ലേ, യേശുവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതാണ്. ബാക്കി ഭാഗം നാളെ പ്രസംഗിക്കാൻ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.